കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ജന്മാദ്യസ്യേതോന്വയാദിതരതശ്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി സൂരയം തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോച്ഛിതകൈതവോത്രപരമോ നിർമ്മലസ്വരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിः ശുശ്രൂഷുഭിः തത്ക്ഷണാത് നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരോ രസികാ വിഭാവുകാ. നൈമിഷാരണ്യത്തിൽ വെച്ച് സൂത പൗരാണികൻ ശൗനകാദി മഹർഷീശ്വരന്മാരോട് ചോദിക്കുന്നതായ ചോദ്യത്തോടു കൂടിയിട്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. ജന്മാദ്യസ്യ യഥ എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതം ആരംഭിച്ചു. ഇന്ന് ഈ ലോകത്ത് കാണുന്നതായ എല്ലാ വസ്തുക്കളും എവിടെ നിന്നാണ് ഉണ്ടായത്, എവിടെയാണ് അതൊക്കെ നിലനിൽക്കുന്നത്, ഇനി എവിടേക്കാണ് ഈ ലോകം ലയിക്കുന്നത്? മഹർഷീശ്വരന്മാര് ഭഗവാനെ അറിയാൻ വേണ്ടി അനവധി കാലം തപസ് ചെയ്ത് അവര് കണ്ടെത്തിയതായ കാര്യമാണ് പുരാണങ്ങളിലൂടെ നമുക്കിതാ പറഞ്ഞു തരുന്നത്. വേദവ്യാസ മഹർഷിയാണ് ശ്രീമദ് ഭാഗവതം രചിച്ചത്. അപ്പൊ ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് അറിയണം. നമ്മൾ ഏത് ഗ്രന്ഥമാണ് ഇവിടെ ഇരുന്ന് പാരായണം ചെയ്യുന്നത്, ആരാണ് അത് രചിച്ചത്? അപ്പൊ വേദവ്യാസ മഹർഷിയാണ് ഭാഗവതം രചിച്ചത്. പക്ഷെ ഏത് ഭാഗവതത്തെ? സാക്ഷാൽ ഭഗവാനിലൂടെ വന്നതായിരിക്കുന്ന ഭാഗവതത്തിന്. അപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭഗവതാ ഉക്തം ഭാഗവതം, ഭഗവാനാൽ പറയപ്പെട്ടതിനാണ് ഭാഗവതം എന്ന് പറയാം. ഭഗവാൻ ഈ ലോകത്ത് വരുന്നതായിരിക്കുന്ന ജനങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് തേനേയം വാക്മയീ മൂർത്തി പ്രത്യക്ഷ ഏന വർത്തതേ, വാക്കുകളെ കൊണ്ട് അക്ഷരങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായ തന്റെ സ്വരൂപത്തിനെ വർണ്ണിക്കുന്ന ഭാഗവതമായിട്ട് മാറിയത്. പ്രഭാസ തീർത്ഥക്കരയിൽ വെച്ച് ഉദ്ധവൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ഞങ്ങളുടെ മുന്നിൽ അങ്ങനെ ആനന്ദരൂപിയായിട്ടിരിക്കുമ്പോ, പരമമായിരിക്കുന്ന ആനന്ദം ലഭിക്കണം എന്ന് തോന്നുമ്പോ അങ്ങയുടെ അടുത്ത് ഞങ്ങൾക്ക് വന്നിരുന്നാൽ മതി. പക്ഷെ അങ്ങ് ഈ ശരീരത്തിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഭഗവാനെ ഞങ്ങൾ ആനന്ദം അനുഭവിക്കുക, സന്തോഷം അനുഭവിക്കുക? അഥാത ആനന്ദ ദുഃഖം പദാംബുജം, ആനന്ദ ദുഃഖം പദാംബുജം. നല്ലൊരു പശു വീട്ടിലുണ്ടെങ്കിൽ ഇപ്പൊ ചായയൊക്കെ കഴിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പാല് കുടിക്കുന്ന ആളുകൾക്ക് എപ്പോഴാണോ പാല് കുടിക്കണം തോന്നുന്നത് ആ പശുവിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോയാൽ മതി. പാല് ചുരന്നു തരുന്നതായിരിക്കുന്ന പശു അടുത്തുണ്ടെങ്കിൽ പാല് കുടിക്കണം എന്ന് തോന്നുമ്പോ ആ പശുവിന്റെ അടുത്തേക്ക് പോയാൽ മതി. അഥാത ആനന്ദ ദുഃഖം പദാംബുജം, ഞങ്ങൾക്ക് ആനന്ദത്തിനെ കറന്നെടുക്കാൻ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ എങ്ങനെ വന്നിരിക്കുമ്പോ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ല. ഭഗവാനെ, കണ്ടുകൊണ്ട് അങ്ങയെ ഒന്ന് കണ്ടാൽ ദുഃഖങ്ങളൊക്കെ മാറുന്നു. കാതുകൊണ്ട് അങ്ങയുടെ ഏതെങ്കിലും കഥകളൊന്ന് കേട്ടു കഴിഞ്ഞാൽ ദുഃഖങ്ങളൊക്കെ ഇല്ലാതായിട്ട് തീരുന്നു. ഭഗവാനെ, അങ്ങയുടെ പാദത്തില് അണിഞ്ഞതായിരിക്കുന്ന ഒരു തുളസിപ്പൂവ്
ശരീരത്തിലേക്ക് ഇത് അണിയുമ്പോ, മാത്രമല്ല അങ്ങ് ശരീരത്തിൽ അണിഞ്ഞതായിരിക്കുന്ന കളഭം അതൊന്ന് ശരീരത്തിൽ ഇത് അണിയുമ്പോ ഭഗവാൻ പറയണു, ഞങ്ങള് പരമമായിരിക്കുന്ന ആനന്ദം അനുഭവിക്കുന്നു ഭഗവാനെ. ഇനി അങ്ങ് ഈ ശരീരത്തിന് ഞങ്ങളുടെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ ഞങ്ങൾക്ക് ആനന്ദം ഉണ്ടാവുക? ഞങ്ങൾക്ക് എവിടുന്നാ ഭഗവാനെ സന്തോഷം ഉണ്ടാവുക? അപ്പൊ ഭഗവാൻ അവിടെ ഇരുന്ന് പറഞ്ഞു, എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്നതായ ഒരാള് തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം. ഞാൻ എന്റെ എല്ലാവിധ തേജസ്സിനെയും ഈ ഭാഗവതത്തിലേക്കാണ് ഇത് ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് എന്നെ കാണണമെന്ന് വിചാരിക്കുന്ന ഒരാൾ എന്ത് ചെയ്താൽ മതി? പഠസ്വസ്മുഖേനൈവ, സ്വന്തം മുഖം കൊണ്ട് ശ്രീമദ് ഭാഗവതം തുടർന്ന് പാരായണം ചെയ്യാനായിട്ട് ഇതാ പുറപ്പെടുമ്പോ പരമമായിരിക്കുന്ന ആനന്ദം അവർക്ക് ജീവിതത്തിൽ ഇതാ ഉണ്ടാവും. പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഈ ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമാണ്. ഇപ്പൊ കലികാലത്ത് ഭഗവാന്റെ സ്വരൂപം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആരും സംശയിക്കില്ല അത്രേ. എന്താ കലികാലത്തെ ഭഗവാന്റെ സ്വരൂപം? ഭാഗവതമാണ് ഭഗവാന്റെ സ്വരൂപം, അല്ലേ? മേനിരേ ഭഗവത് രൂപം ശാസ്ത്രം ഭാഗവതം കലു. കലികാലത്തുള്ള ഭഗവാന്റെ സ്വരൂപം ശാസ്ത്രം ഭാഗവതം, ഭാഗവത ശാസ്ത്രമാണ് ഭഗവാന്റെ സ്വരൂപം. ആണ് ഭാഗവതം പഠിക്കാനായിട്ട് ആ പുറപ്പെടുമ്പോഴാണ് ആനന്ദം ഉണ്ടാവുക. ഭാഗവതം പാരായണം ചെയ്യാനായിട്ട് ആ പുറപ്പെടുമ്പോഴാണ് ആനന്ദം ഉണ്ടാവുക. ഭാഗവത സ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ ഒന്ന് കണ്ടാൽ മതി. ദർശനാത് സ്പർശനാത് പാപനാശിനി. ഈ ഭാഗവതത്തിനൊന്ന് കണ്ടാൽ മതി, ഭാഗവത ഗ്രന്ഥത്തിനൊന്ന് തൊട്ടാൽ മതി, എല്ലാവിധ ദുഃഖങ്ങളെയും ഭഗവാനത ഇല്ലാതാക്കി നിർത്തുന്നു. അങ്ങനെ ഭഗവാനിലൂടെ വന്നതായിരിക്കുന്ന ആ ഭാഗവതത്തിനെ നന്നായിട്ട് കണ്ടെത്തി അത് രചിച്ച ആളാണ് ആര്? വേദവ്യാസ മഹർഷി. അപ്പൊ വേദവ്യാസനാണ് ഭാഗവതം എഴുതിയത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭഗവാനിലൂടെ വന്നതായിരിക്കുന്ന ആ ഭാഗവതത്തിനെ വേദവ്യാസ മഹർഷി എന്ത് ചെയ്തു? സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിൽ അത് എഴുതിയതാ വെച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? നമ്മളെപ്പോലുള്ളതായിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇപ്പോ ആനന്ദം അനുഭവിക്കണം, സന്തോഷം അനുഭവിക്കണം എന്ന് വിചാരിക്കുമ്പോ എളുപ്പമായിട്ടൊരു മാർഗമാണ് ഈ ഭാഗവതത്തിന് മുന്നിലേക്ക് ഇതാ എത്തിച്ചേരുക. പ്രകാശിത കോവി നവീന മാർഗ. നവീന മാർഗം, ഒരു പുതിയതായിരിക്കുന്ന മാർഗം, ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു പുതിയതായിരിക്കുന്ന മാർഗമാണ് ഈ ഭാഗവതോപാസന. അതിൽ ആദ്യം തന്നെ ജന്മാദ്യസ്യത എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കണം. വേദവ്യാസ മഹർഷി ജനങ്ങൾക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട് അനവധി കാര്യങ്ങൾ ഇതാ എഴുതി വെച്ചിട്ടുണ്ട്. അതില് ഒരു സൂത്രമാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഇനി ബ്രഹ്മത്തിനെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കാം. പിന്നീട് അദ്ദേഹം എഴുതി വെച്ചതാണ് ജന്മാദ്യസ്യത. ഇപ്പൊ ജന്മാദ്യസ്യത എന്നുള്ള സൂത്രത്തിനെ വ്യാഖ്യാനിക്കുകയാണ് ഈ ശ്രീമദ് ഭാഗവതം ചെയ്യുന്നത്. അസ്യ ജന്മാദി, കണ്ണിന്റെ മുന്നിൽ കാണുന്നതായിരിക്കുന്ന ഈ ലോകമൊക്കെ എവിടെ നിന്നുണ്ടായി, എവിടെയാണ് നിലനിൽക്കുന്നത്, ഇനി ഇത് എവിടേക്കാണ് ഇത് ലയിക്കുന്നത് എന്നുള്ളതിനെ നന്നായിട്ട് ആലോചിക്കുമ്പോ ഈ പ്രപഞ്ചത്തിനെ അവർക്ക് ഇതാ മനസ്സിലായി. അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും എന്ത് വേണം? ഈ ലോകത്തിനെ നന്നായിട്ട് ഇതാ മനസ്സിലാക്കി. അന്വയം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, വ്യതിരേകം എന്ന് പറഞ്ഞാൽ വേർതിരിയുക. 5 വസ്തുക്കള് ഒന്നിച്ചതാ കൂടുന്നു. കുറച്ചു കഴിഞ്ഞാൽ ആ 5 വസ്തുക്കള് 5 വസ്തുക്കളായിട്ട് ഇതാ തീരുന്നു. അതിന്റെ ഇടയിൽ സംഭവിക്കുന്നതിനാണ് പ്രാധാന്യം. അതിന്റെ ഇടയില് സാക്ഷാൽ ഭഗവാൻ ആ 5 വസ്തുക്കളുടെ ഇതാ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കർമ്മവും ചെയ്യാനായിട്ട് ഇതാ സാധിക്കും. കാലുകൊണ്ടായാലും കൈകൊണ്ടായാലും മൂക്കൊണ്ടായാലും ശരീരം കൊണ്ടായാലും പരമമായിരിക്കുന്ന ആനന്ദം അനുഭവിക്കാനായിട്ട് ഇതാ സാധിക്കുന്നു. എപ്പോഴാണോ ഈ 5 വസ്തുക്കളിൽ നിന്ന് ഒന്നിച്ചു ചേർന്നതായിരിക്കുന്ന 5 വസ്തുക്കളിൽ നിന്ന് ഭഗവാൻ എങ്ങനെ മാറി നിൽക്കുന്നത്? ഈ ലോകം വെറും ജഡം മാത്രമാണെന്ന് ആ മഹർഷീശ്വരന്മാർക്ക് ഇതാ മനസ്സിലായി. ഇങ്ങനെ അന്വയ യുക്തി കൊണ്ടും വ്യതിരേക യുക്തി കൊണ്ടും ഈ ലോകത്തിനെ നന്നായിട്ടതാ മനസ്സിലാക്കണം. അഭിജ്ഞ സ്വരാട്ട്. എന്നാൽ ഈ ലോകത്തിൽ നിന്നും പരനായിട്ട് നിൽക്കുന്ന ആളാണ് സാക്ഷാൽ ഭഗവാൻ. ആ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ എന്നും ഈ ലോകത്ത് താൻ നിലനിൽക്കുന്നുണ്ട്. സ്വയം ജ്യോതിയായിക്കൊണ്ട് എന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നതായ സാക്ഷാൽ ഭഗവാനാണ്. ആദികവയെ
മുഹ്യന്തിയൽ സൂരയാ. ഇങ്ങനെ എല്ലാവരിലും പരമമായിരിക്കുന്ന ജ്ഞാനമായിട്ട് നിലനിൽക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. ആ ജ്ഞാനത്തിനെ ബ്രഹ്മാവിലൂടെ ഭഗവാൻ എന്ത് ചെയ്തു? ലോകത്തിന് വിസ്തരിക്കാനായിട്ട് പുറപ്പെട്ടു. മുഹ്യന്തിയൽ സൂരയാം. എല്ലാവരിലും അറിവായിട്ട് നിൽക്കുന്നത് ആരാണോ? ഇങ്ങനെ തേജോ വാരിമൃതാം യഥാ വിനിമയോ എത്ര ത്രിസർഗോ മൃഷ ധാംനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അങ്ങനെയുള്ള എന്നും നിലനിൽക്കുന്ന സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. ധ്യാനിച്ചുകൊണ്ടൊക്കെ തുടങ്ങണോ ഒരു ഗ്രന്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്ക് അങ്ങനെയൊന്നും പ്രത്യേകമായിട്ട് നിയമങ്ങളൊന്നുമില്ല. പക്ഷെ എന്തുണ്ട്, നമുക്ക് ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിനനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇത് ആരംഭിക്കുക. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മളിപ്പോ ഇന്നലെ മഹാത്മ്യപാരായണം നടത്തിയ സമയത്ത് അവിടെ പ്രത്യേകമായിട്ട് ഗണനാഥം പ്രപൂജയിൽ എത്ര കേമായിട്ടാ ഭഗവാൻ പൂജാതി കാര്യങ്ങൾ ചെയ്തത്. മാത്രമല്ല വിഷ്ണു പൂജ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. അപ്പൊ എന്തിനായി ഗണപതിയെ ഉപാസിക്കുന്നത്? അല്ലെ, അത് തുടങ്ങിയാൽ പോലെ അത് പോരെ. എന്ത് വേണം? ഗണനാഥം പ്രപൂജയില് ഗണപതിയെ ഉപാസിച്ചതിന് ശേഷം വേണം കാര്യങ്ങളൊക്കെ ആരംഭിക്കുക. അതാണ് മൂലാധാരത്തിന്റെ ദേവതയാണ് ഗണപതി ഭഗവാൻ എന്ന് പറയും. മൂലാധാരത്തിന്റെ ദേവതയാണ്. അപ്പൊ എന്തിനും അടിത്തറയ്ക്ക് ആര് വേണം? ഗണപതി ഭഗവാനെ നമ്മൾ ഉപാസിക്കണം. അതിന് ഗണപതി ഭഗവാനെ ഉപാസിച്ചുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ആരംഭിക്കുക. അതേപോലെ ഗ്രന്ഥം തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കർമ്മമൊക്കെ ചെയ്യുന്ന സമയത്ത് ഭഗവാനെ നന്നായിട്ട് ധ്യാനിക്കണം. അല്ലെ, ഭഗവാനെ നന്നായിട്ട് ധ്യാനിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഭാഗവതം ആരംഭിക്കുന്നത്. സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെയാണ് ധ്യാനിക്കുന്നത്. അപ്പൊ എന്തിനാ സത്യം എന്ന് പറയുക? അല്ലെ, സത്യം എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്നത്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, നാളെയുണ്ട്. അതിനാണ് സത്യം എന്ന് പറയുക. അല്ലെ, നമ്മളൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു, 100 കൊല്ലം മുന്നേ ഈ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. ഇനി 100 കൊല്ലം കഴിഞ്ഞാലും ഈ കാണുന്ന ആൾക്കാരെയൊക്കെ കാണാൻ പറ്റുമോ ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല. എന്നാൽ ഇന്നലെയും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെ ഈ ലോകത്ത് നിലനിൽക്കുന്നത് സാക്ഷാൽ ഭഗവാൻ മാത്രമാണ്. ആ ഭഗവാനെയാണ് സത്യസ്വരൂപൻ എന്ന് പറയുന്നത്. ആ സത്യത്തിനെ 3 തരത്തിലാണ് വ്യാഖ്യാനിക്കുക. ഒന്ന് പാരമാർത്ഥിക സത്യം, പിന്നീട് പ്രാതിഭാസിക സത്യം, പിന്നെ വ്യാവഹാരിക സത്യം. അപ്പൊ വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ സത്യമാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കണം. ഇപ്പോ നമുക്ക് ഈ വേദിയിലേക്ക് എത്തിച്ചേരുമ്പോ ഇവിടെ മുന്നിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്, ഭാഗവതം വായിക്കുന്ന ആചാര്യന്മാർ ഇരിക്കുന്നുണ്ട്, ഭാഗവതം കേൾക്കുന്നതായിരിക്കുന്ന ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ എപ്പോ മാത്രമേ സത്യമുള്ളൂ? ഇപ്പോ മാത്രമാണ് സത്യമായിട്ടുള്ളത്. കുറച്ചു കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാലോ ഇതൊന്നും കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഇന്നലെയും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെയുണ്ട്. അതിനാണ് പാരമാർത്ഥിക സത്യം എന്ന് പറയുക. ഇപ്പൊ വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ മാത്രം സത്യമാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ? ശരീരത്തിന്റെ ഉള്ളില് ജീവൻ ഇരിക്കുന്ന സമയത്ത് ഈ ശരീരമാണ് ഞാൻ, ശരീരമാണ് എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ട് ഈ ശരീരം തന്നെയാണ് ഞാൻ, എന്നും ഈ ശരീരമാണ് ഞാൻ എന്ന് നമ്മൾ അറിവില്ലാത്തത് കൊണ്ടാണ് വിചാരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ആലോചിച്ച് നോക്കൂ, ഈ ശരീരത്തില് ഈ ജീവാത്മാവ് ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഈ ശരീരത്തിനെ നമ്മൾ എന്റെ ശരീരം എന്ന് പറയുന്നുള്ളൂ. ഇവിടുന്ന് ജീവൻ അങ്ങോട്ട് പോയി വേറൊരു ശരീരത്തിലാണ് പോയി ജനിക്കണത് വെച്ചാലോ അടുത്ത ജന്മത്തിൽ വേറൊരു ശരീരമാണ് നമുക്ക് കിട്ടുക. അപ്പൊ ആ ശരീരത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? എന്റെ ശരീരം. അവിടെ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞു, അവിടെ കാണുന്ന ഒരാളെ എന്റെ അമ്മ എന്ന് പറഞ്ഞു, അവിടുന്ന് മരിച്ചു. വേറെ സ്ഥലത്താ പോയി ജനിക്കണമെന്ന് വെച്ചാലോ അവിടെ ഉള്ള വീടിനെയാണ് നമ്മൾ എന്റെ വീട് എന്ന് പറയാം. അവിടെ ഉള്ളതായിരിക്കുന്ന ആൾക്കാരെയാണ് എന്റേത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ ഈ കാണുന്നതായിരിക്കുന്ന ശരീരം എന്നും നിലനിൽക്കുന്നതല്ല. അതെന്താണ്? വ്യാവഹാരിക സത്യം മാത്രമാണ്. അതുകൊണ്ട് ശരീരത്തിലേക്കല്ല കൂടുതൽ ശ്രദ്ധ വെക്കേണ്ടത്. ശരീരത്തിനെ നിലനിർത്തുന്നതായിരിക്കുന്ന ആ ജീവാത്മാവാണ് ഞാൻ. അതാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായിരിക്കുന്ന ഭാവത്തിലേക്കാണ് ഈ ശ്രീമദ് ഭാഗവതം നമ്മളെങ്ങനെ കൂട്ടിക്കൊണ്ടു പോണത്. ഓരോരോ പടിയും കയറി 335 അധ്യായമാണ് ഭാഗവതത്തിന്. ഓരോരോ പടിയും നമ്മളങ്ങനെ കയറി അവസാനം എത്തുന്നതോടുകൂടി ഞാൻ ശരീരമല്ല, ശരീരത്തിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ആനന്ദമാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള പദത്തിലേക്ക് സാക്ഷാൽ ഭഗവാൻ
നമ്മളതാ കൊണ്ടെത്തിക്കുന്നു. അല്ലെ, സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ, വ്യാവഹാരിക സത്യം. പ്രാതിഭാസിക സത്യം എന്ന് പറഞ്ഞാൽ അനവധി പാത്രത്തിൽ വെള്ളം വെക്കുമ്പോൾ മുകളിൽ സൂര്യൻ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ആ സൂര്യന്റെ പ്രതിബിംബം കാണാനായിട്ട് ഇതാ സാധിക്കും. വെള്ളം ഇളകുന്ന സമയത്തോ പ്രതിബിംബം ഇളകുന്നത് പോലെ തോന്നി. ശരിക്കും പ്രതിബിംബത്തിന് ഇളക്കണ്ടാവാൻ പാടുണ്ടോ? ഒരിക്കലും ഇളക്കണ്ടാവാൻ പാടില്ല. കാരണം എന്താണ്? ബിംബം ഇളകുന്നില്ല, അതുകൊണ്ട് പ്രതിബിംബം ഇളകാൻ പാടില്ല. പക്ഷെ വെള്ളം ഇളകുമ്പോ പ്രതിബിംബം ഇളകുന്നത് പോലെ തോന്നും. ആ പോലെ എന്നുള്ളതിനാണ് എന്ത് പറയാം? മായ എന്നതാ പറയാം. അല്ലെ, മായ എന്നതാ പറയാം. ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നു. ഇതേപോലെ പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ ശരീരത്തിനുള്ളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ ശരീരമാണ് ഞാൻ. എങ്ങനെ? വെള്ളം ഇളകുന്ന സമയത്ത് ഈ ഞാൻ ഇളകുന്നു എന്ന് തോന്നുന്നത് പോലെ ഈ ശരീരം ചെയ്യുന്നതായിരിക്കുന്ന പ്രവൃത്തികളൊക്കെ ശരീരമാണ് ഞാൻ എന്നുള്ളതായിരിക്കുന്ന തോന്നലുണ്ടാവാനുള്ള കാരണം എന്താണ്? അതിനാണ് ഭഗവാന്റെ മായ എന്നതാ പറയും. ആ മായയെയാണ് നമ്മൾ ഇതാ തരണം ചെയ്യേണ്ടത്. ഇല്ലാത്തതിനെ വിശ്വസിച്ചിട്ട് കാര്യമുണ്ടോ? ഉള്ളതിനെയല്ലേ വിശ്വസിക്കേണ്ടത്. അല്ലേ? ഉള്ളതെന്താണ്? ഉള്ളതെന്നും ഉള്ളതാണ്. ഉള്ളതിന്നു നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല. ഉള്ളതെന്നും ഉള്ളതാണ്. അല്ലേ? ഉള്ളതിന് നാശമില്ല, നാശമുള്ളതോ അത് ഉള്ളതല്ല. ഇതൊക്കെ നശിച്ചു പോകുന്നത്. ഈ ശരീരം എന്നും നിലനിൽക്കൂ? ശരീരമൊക്കെ മാറിപ്പോണതാണ്. ശരീരം എപ്പോഴേ നിലനിൽക്കുള്ളൂ? ശരീരത്തിനുള്ളില് സാക്ഷാൽ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് ആ ഭഗവാനാണ് സത്യസ്വരൂപൻ. അതാണ് പാരമാർത്ഥിക സത്യം എന്ന് പറയാം. എന്നും നിലനിൽക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാനെ പല ആളുകൾ പല പേരിലാണ് അറിയപ്പെടുക. എങ്ങനെ? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ബ്രഹ്മം എന്ന് പറയും ചില ആൾക്കാര്. ഇതിനാ ബ്രഹ്മം എന്ന് പറയാ? അദ്വൈതം. അല്ലെ? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അദ്വിതീയം ബ്രഹ്മ എന്ന് പറയും. രണ്ടില്ലാതെ ആവുമ്പോഴാണ് ബ്രഹ്മമായിട്ട് മാറുക. അല്ലെ? രണ്ട് എന്നുള്ളതായിരിക്കുന്ന ഭാവത്തിലിരിക്കുമ്പോൾ ആനന്ദം ഉണ്ടാവില്ല. എന്ത് വേണം? അദ്വിതീയം ബ്രഹ്മ. രണ്ടിൽ നിന്ന് ഒന്നായിട്ട് ചേരാനായിട്ട് ഇതാ സാധിക്കണം. അപ്പോഴാണ് നമുക്ക് ആനന്ദത്തിലേക്ക് ഇതാ എത്തിച്ചേരാനായിട്ട് ഇതാ സാധിക്കുക. ആ ആനന്ദരൂപിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എന്നും ഈ ലോകത്ത് നിലനിൽക്കുന്ന പാരമാർത്ഥിക സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടാണ് ഭാഗവതം ആരംഭിക്കുന്നത്. അതിന്റെ അവസാനത്തിൽ ഒരു പദം കാണാം. അതാണ് ധീമഹി എന്നുള്ളത്. അതാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ ഇരുന്നതാ ജപിച്ചു. അല്ലെ? എവിടെയാ ധീമഹി എന്നുള്ളത്? ആണ് ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം ജപിക്കുന്ന സമയത്താണ് നമുക്ക് നല്ലതായിരിക്കുന്ന അറിവിനെ ഭഗവാൻ ഇതാ പ്രദാനം ചെയ്യാവുന്നത്. തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. അതാണ് ആ ധീമഹി എന്നുള്ളതായിരിക്കുന്ന ശബ്ദത്തോട് കൂടിയിട്ട് ഈ ഭാഗവതം ആരംഭിച്ചത് കൊണ്ട് ഈ ഭാഗവതത്തിന് ഗായത്രിയുടെ ഭാഷ്യമാണ് എന്നുകൂടി ഇവിടെ അറിവുള്ളതായിരിക്കുന്ന ആളുകൾ ഇതാ പറയുന്നു. ഇങ്ങനെ സത്യസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭാഗവതം ആരംഭിച്ചു. ഇനി എന്താണ് ഭാഗവതത്തില് പറയുന്നത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ ഇതാ വർണ്ണിക്കുന്നത്. ധർമ്മ പ്രോച്ഛിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. പരമമായിരിക്കുന്ന ധർമ്മം, ആ ധർമ്മമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. അല്ലേ? ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയും. അവരവര് അനുഷ്ഠിക്കുന്നതായിരിക്കുന്ന ധർമ്മമാണ് നമുക്ക് എപ്പോഴും രക്ഷയായിട്ട് ഇതാ മാറുന്നത്. അല്ലാതെ തന്റെ സുഖത്തിനും തന്റെ ദുഃഖത്തിനൊന്നും കാരണക്കാര് വേറൊരാളല്ല. ഇപ്പൊ നമ്മൾ അറിവില്ലാത്തത് കൊണ്ടാണ് അവരാണ് കാരണക്കാര് എന്ന് പറയുന്നത്. ചിലവര് പറയും, അതെ അച്ഛനാണ്, ഇങ്ങനെ ഒരാളുടെ മകനായിട്ട് ഞാൻ ജനിച്ചത് കൊണ്ടാണ്, ഇങ്ങനെ ഒരു അധ്യാപകനെ ജീവിതത്തിൽ കിട്ടിയത് കൊണ്ടാണ്, ഇങ്ങനെ സ്നേഹമുള്ളതായിരിക്കുന്ന ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടിയത് കൊണ്ടാണ്, ഇത്രയും സ്നേഹമുള്ളതായിരിക്കുന്ന ഒരു പുരുഷനെ ഭർത്താവായിട്ട് കിട്ടിയത് കൊണ്ടാണ് എനിക്കിത് ആ സന്തോഷം. ആ സന്തോഷത്തിന് കാരണക്കാരൻ ഒരിക്കലും ഭർത്താവല്ല, ഭാര്യയല്ല, കുട്ടികളല്ല, ബന്ധുക്കളല്ല. എന്താണ്? ധർമ്മ. നമ്മള് ജീവിതത്തിൽ ചെയ്തതായിരിക്കുന്ന അനുഷ്ഠിച്ചതായിരിക്കുന്ന ധർമ്മമാണ് നമുക്ക് എപ്പോഴും ആനന്ദത്തിന് സുഖത്തിന് ഇതാ കാരണമായിട്ട് ഇതാ മാറുന്നത്. അല്ലേ? നമ്മള് ധർമ്മം അനുഷ്ഠിച്ചു. നമ്മൾ ഓരോരോ സമയത്തും അതാത് ധർമ്മം, ഇപ്പൊ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുട്ടികൾ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ധർമ്മം അനുഷ്ഠിക്കുമ്പോൾ, ഭാര്യ ആയിരിക്കുന്ന സമയത്ത് ഭാര്യ അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ധർമ്മം, അതിനാണ് പതിധർമ്മം എന്ന് പറയാ. ഭർത്താവിനോട് എങ്ങനെയൊക്കെ ഇതാ വേണം പെരുമാറുക, ഭർത്താവിന് എന്തൊക്കെ കാര്യങ്ങൾ ഇതാ ചെയ്തു കൊടുക്കണം, ഇപ്പൊ ഭാര്യയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇതാ ചെയ്തു കൊടുക്കണം. വിവാഹം കഴിഞ്ഞിട്ട് വെച്ചാൽ അതിനനുസരിച്ച് ഭഗവാൻ പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ
തനിക്ക് കിട്ടിയതായിരിക്കുന്ന ആ പുരുഷൻ, ആ ഭർത്താവിലൂടെ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നു, രക്ഷ ഉണ്ടാവുന്നു. ചിലപ്പോ ഭർത്താവ് ആദ്യം മരിച്ചുപോയി എന്ന് വരാം, ചിലപ്പോ ഭാര്യ ആദ്യം മരിച്ചുപോയി എന്ന് വരാം, ചിലപ്പോ കുട്ടികൾ ആദ്യം ഇല്ലാതായി എന്ന് വരാം. ഇങ്ങനെ ആര് തന്റെ അടുത്തില്ലെങ്കിലും നമ്മൾ ധർമ്മം അനുഷ്ഠിച്ചിട്ടുണ്ടോ, നമുക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ ഭഗവാൻ എന്ത് ചെയ്യും? ആരെങ്കിലും ഒക്കെ നമ്മളെ അടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിർത്തും അല്ലേ? അപ്പൊ ഭർത്താവ് ഉള്ളപ്പോ ഭർത്താവിലൂടെയാണ് നമുക്ക് സുരക്ഷ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, ചിലപ്പോ ഭർത്താവ് കർമ്മ ബന്ധമൊക്കെ കഴിഞ്ഞിട്ട് വെച്ചാൽ അവർ ഈ ലോകത്ത് യാത്രയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ സാക്ഷാൽ ഭഗവാൻ എന്ത് ചെയ്യും? ആരെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു. വിശക്കണ സമയത്ത് എന്ത് വേണം? കുറച്ച് ഭക്ഷണം ആരെങ്കിലും കൊണ്ടുവന്നതാ തരണം. അപ്പോ ആവശ്യമുള്ളപ്പോൾ കാക്കുവാനാകുന്ന ദൈവത്തെ വാഴ്ത്തിയോൻ ഞാനേ ധന്യൻ. ആവശ്യമുള്ളപ്പോൾ, നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് ആരെങ്കിലും ഒരാള് നമ്മളടുത്ത് വന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടോ, അയാളെയാണ് നമ്മൾ ഇത് പറയാ ഈശ്വരൻ എന്ന് പറയാ. അയാളാണ് നമ്മുടെ ജീവിതത്തിൽ ഈശ്വരൻ. അയാളെ നമ്മൾ ജന്മത്ത് മറക്കില്ല. ഓരോ പ്രയാസങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വെച്ചാൽ ആ പ്രയാസത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരാളുണ്ടോ, അയാളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഭഗവാൻ. ഭഗവാൻ ഭഗവാൻ പറഞ്ഞയച്ചതാണ്. ഭഗവാൻ പറഞ്ഞയച്ചത് കൊണ്ടാണ് എനിക്കിത് ആ സമയത്ത് അങ്ങനെ സന്തോഷം ഉണ്ടാവുന്നുണ്ട് വെച്ചാൽ എന്താ അതിന്റെ കാരണക്കാരൻ? നമ്മൾ അനുഷ്ഠിച്ചതായിരിക്കുന്ന ധർമ്മമാണ്. അതുകൊണ്ട് എന്ത് വേണം? ധർമ്മോ രക്ഷതി രക്ഷിത. അവരവരനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ആ ധർമ്മത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാനായിട്ട് പാടില്ല. ധർമ്മനിഷ്ഠന്മാരായിട്ട് തീരണം. ധർമ്മനിഷ്ഠയാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ആ ധർമ്മം നമ്മളിതാ മനസ്സിലാക്കി അവരവരെങ്ങനെയൊക്കെ പെരുമാറണം. അച്ഛനോട് എങ്ങനെ പെരുമാറണം, അമ്മയോട് എങ്ങനെ പെരുമാറണം, അല്ലെ കുട്ടികളോട് എങ്ങനെ പെരുമാറണം, ഓരോ അച്ഛനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അമ്മയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അമ്മയോട് ചോദിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. ഭാര്യയോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്ത് വേണം? ഭാര്യയോട് ചോദിക്കണം. അതാണ് ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി 64 ദിവസങ്ങളെ കൊണ്ട് 64 കലകളും പഠിച്ചു കഴിഞ്ഞ സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ സാന്ദീപനി മഹർഷിയോട് ഗുരുനാഥനോട് പറഞ്ഞു, ഗുരുനാഥ എന്താ അങ്ങക്ക് ഞാൻ ദക്ഷിണയായിട്ട് തരേണ്ടത് ചോദിച്ചു അത്രേ. അപ്പോ സന്ദീപനി മഹർഷി അവിടെ ഇരുന്ന് പറഞ്ഞു, അതെ നിൽക്കൂട്ടോ, ഞാൻ ഒന്ന് ചോദിച്ചു വരാ പറഞ്ഞു. എന്നിട്ട് നേരെ അകത്ത് പോയി തന്റെ ഭാര്യയോട് ചോദിച്ചു, അല്ല അവര് ഭഗവാന്മാരാ, എന്താ ഗുരുദക്ഷിണയായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത്, എന്താ തരേണ്ടത് എന്നുള്ളത് ഒന്ന് പറയണേ എന്ന് പറഞ്ഞു അത്രേ. അപ്പോ ആ ഭാര്യ പറഞ്ഞു, അങ്ങക്ക് അറിയാലോ എന്തിനാ എന്നോട് വെറുതെ ചോദിക്കണത്? നമ്മളെ മരിച്ചു പോയതായിരിക്കുന്ന കുട്ടികളെ കാണിച്ചു തരുവാൻ സാധിക്കുന്നതായിരിക്കുന്ന ഭഗവാന്മാരാണ് മുന്നിൽ വന്നിരിക്കുന്നത്. അത് നോക്കൂ, അദ്ദേഹത്തിന്റെ ഭാര്യയോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് ചോദിച്ചത്? അത് ധർമ്മമാണ്. വിവാഹം കഴിക്കാൻ എന്ത് വേണം? എല്ലാ കാര്യവും ഭാര്യയോട് ചോദിച്ച് ചെയ്യാം അല്ലെ? എല്ലാ കാര്യവും ഭർത്താവ് അറിയാന്നുള്ളത് നമ്മളെ ധർമ്മമാണ്, ജീവിതത്തിലെ ധർമ്മമാണ്. അതാണ് വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുന്നതിനാണ് വിവാഹം എന്ന് പറയാ. അപ്പോഴേ ആനന്ദം ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന സമയത്താണ് പരമമായിരിക്കുന്ന ആനന്ദം. ആ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടോ എപ്പോഴും നമുക്ക് നമ്മള് വേണ്ട രീതിയിൽ അത് അനുഷ്ഠിക്കണം. അപ്പോ ആനന്ദം ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. എന്നാൽ ഈ ഭാഗവത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രോച്ചിത കൈതവോത്ര പരമോ നിർമ്മൽസരാണം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്യതേ പ്രകൃതിഭിം ശുശ്രൂഷുഭിः തത്ക്ഷണാത്. പ്രോച്ചിത കൈതവമായിരിക്കുന്ന ധർമ്മത്തിനെയാണ് ഈ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. ഒരു തരി പോലും കളവ് ബാധിക്കാത്തതായിരിക്കുന്ന ധർമ്മം എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തതായിരിക്കുന്ന ഭഗവാന് ഒരു പ്രത്യേക സ്വരൂപത്തിനെ കൊടുത്തുകൊണ്ട് ആ ഭഗവാന്റെ അവതാര കഥകളെയാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൽ വർണ്ണിക്കുന്നത്. നിർമ്മൽസരാണാം സദാം വേദ്യം. മാത്സര്യ ബുദ്ധിയെ മാറ്റി നിർത്തുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആനന്ദം ഉണ്ടാവുള്ളൂ അല്ലെ? നമ്മളൊക്കെ കുറെ മാത്സര്യമുള്ള ആൾക്കാരാണ്. എന്തൊക്കെയാ മാത്സര്യം? ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ ചെറിയ കുട്ടിയാണ്, ഞാൻ വലിയ ആളാണ്, ഞാൻ നന്നായിട്ട് പഠിച്ച ആളാണ്, ഭാഗവതമൊക്കെ അസലായിട്ട് അറിയുന്ന ആളാണ്, സംസ്കൃതമൊക്കെ ഞാൻ നന്നായിട്ട് പഠിച്ച ആളാണ്, ഞാനിതാ ഇന്ന ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളാണ്, കയ്യിൽ കുറെ പണമുള്ള ആളാണ്,
അപ്പൊ ഈ ഓരോ ഭാവത്തിലാണ് നമ്മൾ ഭാഗവത്തിന് മുന്നിൽ വന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിലോ അത് മാത്രമേ നമുക്ക് ഇതാ ഓർമ്മ ഉണ്ടാവും. ഇത് വേണം, എല്ലാത്തിനെയും മറക്കണം എന്ന് പറയും. എല്ലാത്തിനെയും മറക്കുമ്പോഴേ ആനന്ദം ഉണ്ടാവുള്ളൂ. കാലിനെയാണ് ഓർക്കുക. ചില ആൾക്കാർ പറയും തൊഴുന്ന സമയത്തൊക്കെ ഇങ്ങനെ തൊഴണം, അങ്ങനെ തൊഴണം എന്നൊക്കെ പറയും അല്ലേ. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ തൊഴണം എന്ന് നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാൽ കൈ എവിടെയാ വെക്കണത് എന്നാണ് മനസ്സിൽ ഓർമ്മ ഉണ്ടാവുക അല്ലെ. കൈ എവിടെ വെക്കണമെന്നല്ല മനസ്സിൽ ഓർമ്മ ഉണ്ടാവേണ്ടത്. മനസ്സിലായിരിക്കണം, മനസ്സിൽ സാക്ഷാൽ ഭഗവാൻ ഇതായിരിക്കണം അല്ലേ. ഭഗവാനെ മറക്കണം. അപ്പൊ ശരിക്ക് കൃതാഞ്ജലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിനർത്ഥം? ഇങ്ങനെ തൊഴുന്നതിനല്ല കൃതാഞ്ജലി എന്ന് പറയാം. കൃതാഞ്ജലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമൊക്കെ കൈ ഇങ്ങനെ വെക്കും, പിന്നെ ഭഗവാനെ തന്നെ മനസ്സിലേക്ക് അങ്ങനെ ധ്യാനിക്കുമ്പോ അറിയാതെ കൈ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് പോകത്തെ അറിയണില്ല. കൈ എവിടെയാ വെക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണില്ല. അതിനാണ് കൃതാഞ്ജലി എന്ന് ശരിക്കും ഇതാ പറയാം. ദേഹത്തിനെ മറക്കുന്ന സമയത്തേ ആനന്ദം ഉണ്ടാവുള്ളൂ. കാലിനെ ഓർക്കുന്ന സമയത്തേ കാലുവേദന ഉള്ളൂ. കാൽമുട്ടിനെ ഓർക്കുന്ന സമയത്താണ് മുട്ടുവേദന ഉള്ളത് അല്ലേ. ശരീരത്തിനെ മറന്നു കഴിഞ്ഞാലോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ചുമള്ളതായിരിക്കുന്ന ഭർത്താവ് ഒരു ചുമയാറില്ല, അത്ര രക്ഷയില്ല ഭാര്യയ്ക്ക്. ഭാര്യ വിചാരിച്ചു എന്റെ ഭഗവാൻ പൂജാമുറിന്റെ മുന്നിൽ പോയിട്ട് ഭാര്യ ഭഗവാനോട് പ്രാർത്ഥിക്കുക, ഇയാളൊന്ന് ഉറങ്ങി കിട്ടിയാൽ തിരക്കടില്ലായിരുന്നു, ഭഗവാനെ ഉറങ്ങി കിട്ടിയാൽ തിരക്കടില്ലായിരുന്നു. ഉറങ്ങി കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല. ഉറങ്ങിക്കഴിഞ്ഞ സമയത്ത് എന്താ കാരണം? ശരീരമാണ് ഞാൻ എന്നുള്ളത് മറന്നു. ഒരു രോഗവും നമ്മളതാ ബാധിക്കുന്നില്ല. ഇങ്ങനെ ശരീരത്തിനെ മറക്കുന്ന സമയത്താണ് ആനന്ദാവും. ഞാൻ ശരീരമല്ല, എന്താണ്? ഞാൻ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഭഗവാനാണ്. അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. ഞാൻ ഈശ്വരനാണ്, ഈശ്വരനാണ് എന്നുള്ളതായിരിക്കുന്ന ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് ഇതാ സാധിക്കണം. നിർമ്മലസരാണം സതാം വേദ്യം വാസ്തവം. ഇത് വാസ്തവമാണ്. വസ്തുവിനെ സംബന്ധിച്ചതിനാണ് വാസ്തവം എന്ന് പറയും. വസ്തു എന്ന് പറഞ്ഞാൽ എന്തിലേക്കാണോ ലയിക്കുന്നത് അതിനാണ് വസ്തു എന്ന് പറയാം അല്ലെ. നമ്മളിപ്പോ പഞ്ചസാര വെള്ളത്തിലേക്ക് ലയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ വസ്തു? അവിടെ വെള്ളമാണ് വസ്തു. കാരണം എന്തിലേക്കാണ് ലയിക്കുന്നത് അല്ലേ, അതിനാണ് വസ്തു എന്ന് പറയാം. അപ്പൊ നമ്മളൊക്കെ എന്തിലേക്കാണ് ലയിക്കേണ്ടത്? സാക്ഷാൽ ഭഗവാനിലേക്കാണ്, ആനന്ദത്തിലേക്കാണ് നമ്മൾ ലയിക്കേണ്ടത്. അങ്ങനെ ആ ഭഗവാനെ പറ്റിയിട്ട്, ആ ആനന്ദത്തിനെ പറ്റിയിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. ഇത് കേൾക്കാനായിട്ട് ആരാണോ മുന്നിൽ വന്നിരിക്കുന്നത്, താപത്രയോന്മൂലനം, അവരുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നതായ സകലവിധ ദുഃഖത്തിനെയും ഭഗവാൻ ഇല്ലാതാക്കിയതാ തീർക്കുന്നു. അതാണ് ഒരു ഗ്രന്ഥം പഠിക്കുന്ന സമയത്ത് അധികാരി, സംബന്ധം, വിഷയം, പ്രയോജനം, 4 കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് അറിയണം എന്ന് പറയും. അധികാരി ആർക്കാണ് ഈ ഭാഗവതത്തിന് മുന്നിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക? നമ്മളൊക്കെ വിചാരിക്കും അവിടെ ഒരു ഭാഗവത പാരായണം ഉണ്ട്, എനിക്ക് കുറച്ചു നേരം വേറെ ജോലിയൊന്നുമില്ല, അവിടെ വന്നിരിക്കാം എന്നൊക്കെ വിചാരിക്കാന്നല്ലാതെ അത് സാധിക്കില്ല. സാധിക്കുന്നുണ്ടോ? ഇവിടെ വന്നിരുന്ന് ഈ ഭാഗവതം കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അത് ജന്മാന്തരേ കൃതേ പുണ്യം അതാ ഭാഗവതം ലഭേ. ജന്മജന്മാന്തരങ്ങളിൽ നമ്മൾ ചെയ്തതായിരിക്കുന്ന പുണ്യം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഭഗവാനെ ഉപാസിക്കാനായിട്ട് സാധിക്കുള്ളൂ. 84 ലക്ഷം ശരീരത്തിന്റെ ഉള്ളിൽ പോയി ജനിച്ച് മരിച്ചതിന്റെ അവസാനത്തിൽ മാത്രമാണ് ഒരു ജീവാത്മാവിന് ഭഗവാൻ മനുഷ്യ ശരീരത്തിനെ പ്രദാനം ചെയ്യുന്നത്. ആ മനുഷ്യ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കണ്ണുകൊണ്ട് കാണേണ്ടതിനെ കാണണമെന്നുണ്ടെങ്കിൽ, കാതുകൊണ്ട് കേൾക്കേണ്ടതിനെ കേൾക്കണമെന്നുണ്ടെങ്കിൽ, കൈകൊണ്ട് ആ ഭഗവത് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭഗവാന്റെ എന്തെന്നില്ലാത്തതായിരിക്കുന്ന അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാവണം. ആ അനുഗ്രഹം കിട്ടിയതായിരിക്കുന്ന ഒരു ജീവാത്മാവിന് മാത്രമേ ഈ ഭാഗവതത്തിന് മുന്നിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. എത്ര ആളുകളുണ്ട് ആ ലോകത്ത് അല്ലേ? എത്ര ആളുകളുണ്ട്, അവർക്കൊന്നും സാധിക്കുന്നില്ല. എന്തൊക്കെ ഉണ്ട് അവരുടെ കയ്യിൽ ആലോചിച്ച് നോക്കൂ. നല്ല കണ്ണുള്ള സമയത്തും, നല്ല കാതുള്ള സമയത്തും, നല്ല ശരീരമുള്ള സമയത്തും ഈ ലോകകാര്യങ്ങളുടെ പിന്നാലെ ഓടിപ്പോയി അപ്പോഴൊന്നും അവരറിയുന്നില്ല. നമ്മളെ ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോണത് മണ്ടി കരേറുന്നു മോഹവും അല്ലേ. ഓരോ കാര്യങ്ങൾ ആലോചിച്ച്, നാളത്തെ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവനവന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും. തനിക്ക് വേണ്ടതായിരിക്കുന്ന ഈശ്വരോപാസനയെ മറക്കണു. എന്നിട്ടോ ഓരോ കാര്യങ്ങൾ, നാളത്തെ കാര്യം എന്താണ്, നാളെന്താണ് എന്ന് വിചാരിച്ചു പോകുമ്പോ ഒരു ദിവസം കഴിഞ്ഞു, ഒരു ദിവസം കൂടിയും കഴിഞ്ഞു. എവിടേക്കാ നമ്മൾ അടുക്കണത്? ആലോചിക്കണം. മരണത്തിലേക്കാണ് നമ്മൾ അങ്ങനെ അടുത്ത് പോണത് അല്ലെ. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ആളുകൾ ആലോചിക്കുന്നില്ല. അതുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കുമ്പോ ഒരു ദുഃഖവുമില്ലാതെ ആനന്ദത്തോടു കൂടിയിട്ട് ജീവിക്കണോ. താപത്രയോന്മൂലനം. ഈ ശ്രീമദ് ഭാഗവതത്തെയാണ്
ഉപാസിക്കേണ്ടത് ശുശ്രൂഷുഭി തത്ക്ഷണാത് ഭഗവതൻ കേൾക്കണം എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ട് മുന്നിൽ അങ്ങനെ വന്നിരിക്കുമ്പോൾ തന്നെ സദ്യോഹൃദ്യവരുദ്യതേ പ്രകൃതി, ആ സമയത്ത് തന്നെ സാക്ഷാൽ ഭഗവാൻ നമ്മളെ ആ ഹൃദയത്തിലേക്ക് ഇതാ എത്തിച്ചേരുന്നു. വേദമാകുന്ന വൃക്ഷത്തിന്റെ മുകളില് ഉണ്ടായ ഫലമാണ് ശ്രീമദ് ഭാഗവതം. അതിനെ സുഖമുഖാത് അമൃതദ്രവ സംയുതം ശ്രീശോബ്രഹ്മർഷിയാകുന്ന തത്വമെന്ന് ആ പഴത്തിനെ ആ സുഖബ്രഹ്മർഷിക്ക് ഇതാ കഴിക്കാനായിട്ട് ഇതാ സാധിച്ചു. അപ്പൊ ശ്രീശോബ്രഹ്മർഷിക്ക് കഴിക്കാനായിട്ട് സാധിച്ച ഈ ശ്രീമദ് ഭാഗവതം അത് നമ്മളിലേക്ക് ഇതാ എത്തിച്ചേർന്നു. അതാണ് ഏതെങ്കിലും ഒരു ഉപാസന നമ്മൾ ജീവിതത്തിൽ തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ മന്ത്രം അത് ആരിലൂടെയാണോ തന്നിലേക്ക് എത്തിച്ചേർന്നത് ആ ഗുരുനാഥന്മാരെ മുഴുവനും നമ്മൾ വീണതാ നമസ്കരിക്കണം. അവരെ മുഴുവനും വീണതാ നമസ്കരിക്കണം. അപ്പൊ നമുക്ക് ഭാഗവതം എവിടുന്നാണ് കിട്ടിയത്? അപ്പൊ അതിനൊരു ഗുരുനാഥൻ ഉണ്ടായിരിക്കും നമുക്ക്. ആ ഗുരുനാഥൻ എവിടുന്നാണ് ഭാഗവതം കിട്ടിയത്? ആ ഗുരുനാഥൻ എവിടുന്നാണ് ഭാഗവതം കിട്ടിയത് എന്നങ്ങനെ അന്വേഷിച്ച് പോണ സമയത്ത് നമുക്ക് ആ നൈമിശാരണ്യത്തിൽ വെച്ച് സൂതപൗരാണികൻ ശൗനകാദി മഹർഷീശ്വരന്മാർക്ക് ഭാഗവതം പറഞ്ഞത് കൊടുക്കുന്ന സമയത്ത് അല്ലേ, അങ്ങനെയാണ് ആ ശൗനകാദി മഹർഷീശ്വരന്മാർക്ക് സൂതനിൽ നിന്ന് കിട്ടിയ ഭാഗവതം. സൂതന് ഭാഗവതം കിട്ടിയത് ശ്രീശോബ്രഹ്മർഷിയിൽ നിന്നാണ്. ശ്രീശോബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവത കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ പരീക്ഷത്തിന്റെ കൂട്ടത്തിലിരുന്ന് ഭാഗവതം കേൾക്കാൻ സാധിച്ച ആളാണ് സൂതപൗരാണികൻ. അങ്ങനെയാണ് സൂതന് ഭാഗവതം കിട്ടിയത്. എന്നാൽ ശ്രീശോബ്രഹ്മർഷിക്കോ തന്റെ അച്ഛനായിരിക്കുന്ന വേദവ്യാസ മഹർഷിയിൽ നിന്നാണ് ഭാഗവതം കിട്ടിയത്. വേദവ്യാസന് നാരദ മഹർഷിയിൽ നിന്നാണ് ഭാഗവതം കിട്ടിയത്. നാരദ മഹർഷിക്കോ തന്റെ അച്ഛനായിരിക്കുന്ന ബ്രഹ്മാവിൽ നിന്നാണ് ഭാഗവതം കിട്ടിയത്. ബ്രഹ്മാവിന് സാക്ഷാൽ ഭഗവാനാണ് ഭാഗവതം. അപ്പൊ സുഖമുഖാത് എന്നുള്ളതായിരിക്കുന്ന ഒരു പദത്തിലൂടെ നമ്മൾ എന്ത് വേണം? ശ്രീശോബ്രഹ്മർഷിയെ മാത്രം വിചാരിച്ചാൽ പോരാ. ആ ശ്രീശോബ്രഹ്മർഷിക്ക് എവിടുന്നൊക്കെ അതാണ് ഗുഹാമുഖം എന്ന് പറയും. ഗുഹാമുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹയുടെ മുഖത്ത് നിൽക്കുന്ന അയാളെ മാത്രം പറഞ്ഞാൽ പോരാ, ആ ഗുഹയിൽ ആരൊക്കെ ഉണ്ട്, അതിനാണ് ഇതാ പ്രത്യേകത. ഇങ്ങനെ ഭഗവാനിലൂടെ ഒഴുകി വന്നതായിരിക്കുന്ന ആ ഫലം നമ്മളിലേക്ക് ഇതായത്. അതാണ് ഒരു ഗ്രന്ഥം നമ്മൾ പഠിക്കുമ്പോൾ എന്ത് വേണം? ആ പരമ്പരയെ, അതാണ് മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കാനായിട്ട് പുറപ്പെടുമ്പോ എവിടുന്നാണ് ഈ മന്ത്രം വന്നത് എന്നുള്ളതിനെ നന്നായിട്ട് ശ്രദ്ധിച്ച് ആ ഗുരുനാഥന്മാരെ ഒക്കെ വീണതാണ്. ഇതേപോലെ ഈ ഗ്രന്ഥം എങ്ങനെയാണ് നമ്മളിലേക്ക് ഇതാ എത്തിച്ചേർന്നത്? ആ ഗുരുനാഥന്മാരെ ഒക്കെ വീണ് നമസ്കരിക്കുകയാണ് ഇതാ ഈ ശ്ലോകത്തിലൂടെ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവസം യുധം വിപദ ഭാഗവതം രസം ആലയം. എത്രത്തോളം വേണം ഈ ഭാഗവതം കഴിക്കുക? ആലയം ലയിക്കുന്നത് വരെ കഴിക്കാനായിട്ട് സാധിക്കും. ലയിക്കുമ്പോഴേ ആനന്ദം ഉണ്ടാവുള്ളൂ അല്ലേ? ലയിക്കാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ആനന്ദം ഇല്ല. എപ്പോഴേ ആനന്ദം ഉണ്ടാവുള്ളൂ. അതിലേക്ക് ഇതാ ലയിക്കാനായിട്ട് ഇതാ സാധിക്കണം. ഇങ്ങനെ ഭാഗവതത്തിലെ ലയിക്കുന്നതോട് കൂടിയിട്ടാണ് നമുക്ക് പരമമായിരിക്കുന്ന ആനന്ദം ജീവിതത്തിൽ ഇതാ ഉണ്ടാവുന്നത്. ഇങ്ങനെ നൈമിശാരണ്യത്തിൽ വെച്ച് സൂത പൗരാണികൻ ശൗനകാദി മഹർഷീശ്വരന്മാരുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ ഇതാ കൊടുക്കണം. കലികാലമാണ് വരാനായിട്ട് ഇതാ പോണത്. ആ കലികാലത്തുള്ള ജനങ്ങള് ആരെയാണ് ഇതാ ഉപാസിക്കേണ്ടത്? പരമ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് ആരെ ഉപാസിക്കുമ്പോഴാണ് അവർക്ക് ഇത് ആനന്ദം ഉണ്ടാവുന്നത്? എല്ലാവിധ ആപത്തുകളിൽ നിന്നും രക്ഷ നേടാൻ എന്താണ് ഞങ്ങളത് ചെയ്യേണ്ടത്? സാക്ഷാൽ ഭഗവാൻ ഈ ലോകത്ത് അവതരിച്ച് പല കർമ്മങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഭഗവാന്റെ അവതാര കഥകളെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു തരണേ. കർണധാര ഇവാർണവം. ഹേ ഗുരുനാഥ, അങ്ങൊരു കർണധാരനെ പോലെയാണ് ഞങ്ങളെ മുന്നിൽ ശോഭിക്കുന്നത്. കർണധാരൻ എന്ന് പറഞ്ഞാൽ അല്ലെ, ഈ സംസാര സാഗരത്തിൽ എങ്ങനെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒഴുകി പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു കപ്പൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെ ചെറിയൊരു തോണി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം. അങ്ങനെ കർണധാരനായിക്കൊണ്ട്, ഒരു കപ്പിത്താനായിക്കൊണ്ട്, ഞങ്ങളുടെ രക്ഷിതാവായിക്കൊണ്ട് ഗുരുനാഥ അങ്ങ് ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചേർന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ആ ഉപദേശങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞപ്പോ, ഇങ്ങനെ ഭാഗവതം പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? തനിക്ക് എവിടുന്നാണോ ഭാഗവതം ആ ഗുരുനാഥനെ വീണ്ടും നമസ്കരിക്കണം. ഇവിടെ സൂതപൗരാണികൻ തന്റെ ഗുരുനാഥനായിരിക്കുന്ന ശ്രീശോബ്രഹ്മർഷിയെ വീണ്ടും നമസ്കരിച്ചു. പിന്നീട് ഭാഗവതം എഴുതിയതായിരിക്കുന്ന വേദവ്യാസ മഹർഷിയെ വീണ്ടും നമസ്കരിച്ചു. നരനാരായണ മഹർഷീശ്വരന്മാരാണ് നമ്മളെ ഭാരതത്തിന്റെ പരദേവതമാര്. ഹിമാലയ പർവ്വതത്തിന് മുകളിലിരുന്ന് നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന നരനാരായണ മഹർഷീശ്വരന്മാരെയും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് നല്ലതായിരിക്കുന്ന വാക്ക് നാവിലൂടെ ഒഴുകി വരാൻ വേണ്ടി സരസ്വതി ദേവിയെ വീണ്ടും നമസ്കരിച്ചു. നമ്മളിപ്പോ
ഭാഗവതം പാരായണം ചെയ്യുന്നതിന്റെ മുന്നേ ഇവിടെ നമ്മൾ കേട്ടല്ലോ, ഒരാള് സരസ്വതി വന്ദനത നടത്തിയത് അല്ലെ. അതെ, സരസ്വതി ദേവിയെ വീണത നമസ്കരിച്ചുകൊണ്ട്, വേദവ്യാസ മഹർഷിയെ വീണ് നമസ്കരിച്ചുകൊണ്ട് ജയം ഉദീരയേത്, ജയത്തിനെ പറയാനായിട്ട് പുറപ്പെട്ടു. ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ജയം, അതാണ് അക്ഷരത്തിനെ അക്കാക്കാനും അക്കത്തിനെ അക്ഷരാക്കാനും പഠിക്കണം എന്ന് പറയും. അപ്പൊ ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയ്ക്ക് നമ്മൾ പറയും കമാന്ന് മിണ്ടിപ്പോരുത് പറയും അല്ലെ. കമാന്ന് മിണ്ടിപ്പോരുത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാമാന്നുള്ള അക്ഷരം പറയരുത് എന്നല്ല, ഒരക്ഷരവും മിണ്ടരുത് പറയും. ഒരക്ഷരവും മിണ്ടരുത് പറയും. അതെങ്ങനെയാ അങ്ങനെ കിട്ടുക അല്ലെ? അത് ഈ അക്ഷരത്തിനെ അക്കാക്കാനും അക്കത്തിനെ അക്ഷരാക്കാനും പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഇതാ മനസ്സിലാവും. എങ്ങനെ ചോദിച്ചാൽ, ക എന്ന് പറഞ്ഞാൽ ഒന്ന്, ക, ഖ, ഗ, ഘ, ങ, ച, ഛ, ജ, ഝ, ഞ. ഞാ എന്ന് പറഞ്ഞാൽ 0. പിന്നെ ടാ, ടാ, ഡ, ഢ, ണ. അങ്ങനെ ഏതാ 1 2 3 4 5 6 7 8 9 0 എന്ന് എഴുതും. പിന്നെ 1 2 3 4 5 6 7 8 9 0. അപ്പൊ അങ്ങനെ കമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടുക? 15. 15 എന്നുള്ളത് തിരിച്ചിട്ട് കഴിഞ്ഞാലോ 51 എന്നായി. അപ്പൊ 51 അക്ഷരവും മിണ്ടരുത് പറയും. അതേപോലെ ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 എന്നാണ്. 18ാമത്തതായ പുരാണമാണ് ഈ ശ്രീമദ് ഭാഗവതം. ഇങ്ങനെ പരൽപ്പേര് അത് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല രസമാണ്. നമ്മളെ പേരൊക്കെ നമുക്ക് എന്താക്കാം? നമുക്ക് അക്കാക്കാനായിട്ട് ഇതാ പറ്റും. നമ്മളെ ഫോൺ നമ്പറൊക്കെ നമുക്ക് എന്താക്കാം? ഓരോ പേരാക്കാം. നമ്മളെ പേരൊക്കെ ഓരോ അക്കാക്കാം. ഏതായാലും വീട്ടിൽ പോയിട്ട് ഭാര്യനോട് പേര് വിളിക്കൊന്നും വേണ്ട, ഭാര്യനെ എന്ത് വിളിച്ചാൽ മതി? 1042 എങ്ങോട്ട് വാ എന്ന് പറഞ്ഞാൽ ഭാര്യ അടുത്തേക്ക് വരും. അപ്പൊ ഭാര്യ ചോദിക്കും, എന്താ മനുഷ്യ വൈകുന്നേരം കഴിക്കാൻ വേണ്ടത്? എനിക്ക് 42ഉം 536 മതി കഴിക്കാനും. അപ്പൊ എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി അല്ലേ? ഇങ്ങനെ അക്കത്തിനെ അക്ഷരാക്കുക, അക്ഷരത്തിനെ അക്കാക്കുക. അതാണ് ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? 18. കമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51. എന്ത് വേണം? അതിനെ തിരിച്ചിടണം. അപ്പോഴാണ് അത് കൃത്യം. അപ്പൊ ഗംഗ എന്ന് പറഞ്ഞാൽ എത്രയും അർത്ഥം കിട്ടുക? ഗംഗ. ഏതാണ്? ക, ഖ, ഗ. അപ്പൊ ഗ, ഗ. അപ്പൊ എത്രയായി? 3 3 33 എന്നർത്ഥം. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാ? നമ്മളൊക്കെ പേര് നമ്മള് അക്കാക്കാൻ വേണ്ടിയിട്ട് സാവധാനത്തിൽ ഇതാ പഠിക്കും. അല്ലെ, അക്കാക്കി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ ഓർമ്മിക്കാൻ എളുപ്പമാണ്. ചില ആൾക്കാർക്ക് അക്കം ഓർമ്മിക്കാനാവും എളുപ്പമുണ്ടാവുക, ചില ആൾക്കാർക്ക് പേര് ഓർമ്മിക്കാനാവും എളുപ്പമുണ്ടാവുക അല്ലെ. ചിലപ്പോ ചില ആൾക്കാർക്ക് ഏറ്റവും അടുത്ത ആളാണ് ഭാര്യ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോ മറന്നു പോകും പേരെന്താന്നുള്ളതൊക്കെ, ചിലപ്പോ മറന്നു പോകും. ചെയ്താൽ മതി ആ ഭാര്യയുടെ ഒക്കെ പേര് നമ്മൾ അക്കാക്കി വായിക്കാൽ മതി. ഇവിടെ ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 എന്നർത്ഥം. അങ്ങനെ 18ാമത്തതായിരിക്കുന്ന ആ പുരാണത്തിനെ പറയാനായിട്ട് ഇതാ പുറപ്പെട്ടു. ചോദിച്ചു, സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തി അധോക്ഷതേ അഹൈതുകി അപ്രതിഹത യയാത്മാ സംപ്രസീദതി. അഹൈതുകിയായിട്ട് ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഇടമുറിവില്ലാതെ ഭഗവാൻ എങ്ങനെ ഉപാസിക്കാനായിട്ട് ഇതാ ശ്രമിക്കണം. യാതൊരു തരത്തിലുള്ള തടസ്സവും ഇല്ലാതെ ഈശ്വരോപാസനയാണ് ജീവിതത്തിൽ അതാ ഉണ്ടാവേണ്ടത്. അതെ, കാരണമില്ലാതെ ഈശ്വരനെ ഉപാസിക്കുക. നമ്മളൊക്കെ ഈശ്വരോപാസന എങ്ങനെയാ? എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. കാരണം വരുന്ന സമയത്താണ് ഭഗവാനെ ആൾക്കാർ ഇതാവും. കല്യാണം കഴിഞ്ഞില്ലേ ഭഗവാനെ, കല്യാണം കഴിഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവര് ഭഗവാനെ മറക്കും അല്ലേ. ഭഗവാൻ അതാ മറന്നു. പിന്നെ ഭഗവാന്റെ അടുത്തേക്ക് വരണിച്ചാൽ എന്ത് വേണം? കല്യാണം കഴിഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, 3 കൊല്ലം കഴിഞ്ഞു, കുട്ടികളൊന്നും ആയില്ല. അപ്പൊ ശ്രീകോലിലേക്ക് വരുമ്പോ ഭഗവാൻ ചോദിക്കുക, എന്തേ പോകുന്നത്? മനസ്സിലായില്ലല്ലോ, ഇതേ പോകുന്നത്. അപ്പോഴാണ് നമ്മൾ ഇതാ പറയും. അപ്പോ ഈ കാരണത്തോട് കൂടിയിട്ട് ഭഗവാനെ ഉപാസിക്കുമ്പോ കാരണം സാധിച്ചു കഴിഞ്ഞാൽ ആ ഈശ്വരനെ ഏതാ മറക്കുന്നു. അങ്ങനെ ആവരുത് ഈശ്വരോപാസന. ഈശ്വരോപാസന എന്താവണം? അതെന്റെ നിത്യ ജീവിതത്തിലെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ അഹൈതുകി അപ്രതിഹത, എല്ലാവിധ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് ഇതാ എത്തിച്ചേരണം. കാമസ്യന ഇന്ദ്രിയപ്രീതി ലാഭോ ജീവേതയാവത ജീവസ്യ തത്വജിജ്ഞാസ നാർത്ഥോ യശ്ചേഹ കർമ്മഭി എന്ന് പറയും. തനിക്ക് കിട്ടിയതായിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കാനാവരുത് നമ്മളെ ജീവിതം. അപ്പൊ നമ്മൾ എങ്ങനെയാ ജീവിക്കണത്? കണ്ണിനെ സന്തോഷിപ്പിക്കണം. കണ്ണെന്താണോ പറഞ്ഞത് അതിന്റെ പിന്നാലെ ഓടിപ്പോണം. കാതെന്താണോ കേട്ടത് അതിന്റെ പിന്നാലെ ഓടിപ്പോണം. നാവ് എന്താണോ രുചിച്ചത്, എന്തെങ്കിലും ഒരു നല്ല പദാർത്ഥത്തിനെ നാവ് കൊണ്ട് കഴിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും? അതെന്നെ കഴിക്കണം കേട്ടോ, അതെന്നെ കഴിക്കണം എന്ന് വിചാരിച്ച് ഇതിന്റെ പിന്നാലെ എത്ര ആളുകൾ ഇതാ ഓടിപ്പോണത്. ആലോചിച്ച് നോക്കൂ, ഈ രുചിയൊക്കെ എത്ര സമയമേ ഉള്ളൂ അല്ലെ. നാവിന്റെ മുകളിൽ നിൽക്കണ കുറച്ച് സെക്കൻഡ് നേരം മാത്രമേ ഉള്ളൂ ഏതാഹാരത്തിന്റെയും രുചി എന്നുള്ളത്. അത് കഴുത്തിനുള്ളത് താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാലോ എല്ലാവരും
ഒരേപോലെ ആളുകളുള്ളത് ആരും ആലോചിക്കുന്നില്ല. കഴുത്തിന്റെ അടുത്ത് താഴത്തേക്ക് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ആഹാരത്തിനെയും രുചി ഒരേപോലെയാണ്. പക്ഷെ ഈ രുചിയുള്ളതായിരിക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കണേ 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 എന്ന് വിചാരിച്ച് ഓടി നടക്കുകയാണ് ഇത് ആളുകള്. ശരിക്കും ഈ നാവില്ലാതെ ഒരു ട്യൂബ് ഉണ്ടായാൽ മതി, അതിന്റെ പ്രശ്നമില്ല. ഈ രുചിന്റെ ആളുകൾ ഇത് അറിയില്ല അല്ലേ. പക്ഷെ ഇങ്ങനെ കാമസ്യന ഇന്ദ്രിയ പ്രീതിയും ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്നതിന്റെ ഇടയില് നമ്മളെ ജീവിതം ഇല്ലാതാവുന്നത് നമ്മളിത് അറിയണില്ല. ഓരോരോ ദിവസവും ഇങ്ങനെ കഴിക്കും. അതോ എത്രയും നല്ലതായിരിക്കുന്ന കണ്ണ് ഭഗവാൻ നമുക്കിതാ തന്നു, നല്ല കാല് തന്നു, നല്ല ശരീരം ഭഗവാൻ തന്നിട്ടും നമ്മൾ ഈശ്വരോപാസനയ്ക്ക് വേണ്ടി സമയത കണ്ടെത്തുന്നില്ല. എന്നിട്ട് ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞതാ പോകും. ഒരാള് നടക്കുന്ന സമയത്ത് ഒരു കിഴി കണ്ടു അത്ര. ആ കിഴി കണ്ട സമയത്ത് അയാൾ 4 ഭാഗത്തേക്ക് നോക്കി, അങ്ങനെ ഇല്ലല്ലോ ഭഗവാൻ, എന്നാ എടുത്താലോ ആ കിഴി എടുത്തു. ആ കിഴി എടുത്ത അയാൾ അങ്ങനെ നടന്ന് ഒരു സരസിന്റെ തീരത്തെത്തി. അവിടെ എത്തിയ സമയത്ത് ഒരു കല്ല് കണ്ടു, കല്ലിന്റെ മോൾ അവിടെ ഇരുന്നു. അപ്പൊ ആ സരസിൽ നിന്ന് ഇങ്ങനെ ഒരു മത്സ്യം ഇങ്ങനെ ചാടി പോകുന്നുണ്ട്. അയാൾ നല്ല സന്തോഷമായി. ആ മത്സ്യത്തിനെ കണ്ടപ്പോ ഇയാള് കിഴിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് വലിച്ചെറിഞ്ഞു. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു കല്ലുകൂടി എടുത്ത് വലിച്ചെറിഞ്ഞു. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഒരു കല്ലും കൂടി എടുത്ത് വലിച്ചെറിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അതിൽ ഒരേ ഒരു കല്ലേ ഉണ്ടായിരുന്നു ഇത്രയും. ആ കല്ലെടുത്ത് നോക്കിയ സമയത്താണ് അദ്ദേഹത്തിന് മനസ്സിലായത്, എന്റെ ഭഗവാനെ, ഞാൻ ഇതുവരെ വലിച്ചെറിഞ്ഞതൊന്നും സാധാരണ കല്ലുകളായിരുന്നില്ല, പിന്നെയോ വൈരക്കല്ലുകളായിരുന്നു എല്ലാതും ഇതാ വലിച്ചെറിഞ്ഞത്. ഇതേപോലെയാണ് നമ്മളുടെ ഓരോ നിമിഷവും അല്ലെ ഭഗവാൻ തന്നതായിരിക്കുന്ന ഏറ്റവും നല്ലതായിരിക്കുന്ന സമയത്തിനെ ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ കളയാണ് ചെയ്യണത്, ഇല്ലാതാക്കാണ് ചെയ്യണത്. അതുകൊണ്ട് എന്ത് വേണം? സാക്ഷാൽ ഭഗവാനെ ഉപാസിക്കാൻ സമയം കണ്ടെത്തുകയാണ് വേണ്ടത്. ഏറ്റവും എളുപ്പമായിട്ട് മാർഗം എന്റെ അച്ഛനായിരിക്കുന്ന വേദവ്യാസ മഹർഷി നിർമ്മിച്ചതായിരിക്കുന്ന ഒരു പുരാണുണ്ട്. ആ പുരാണത്തിലാണ് ഭഗവാന്റെ അവതാര കഥകളെ വർണ്ണിക്കുന്നത്. സാക്ഷാൽ ഭഗവാൻ രൂപമില്ലാത്ത ഭാവമില്ലാത്തതായിരിക്കുന്ന ഭഗവാന് അവതരിക്കണം എന്ന് തോന്നി. അതോടുകൂടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു സ്വരൂപത്തിനെ സ്വീകരിച്ചു. അങ്ങനെ അനവധി കാലം വെള്ളത്തിന് ഭഗവാൻ അങ്ങനെ തപസ് ചെയ്തത് കൊണ്ടാണ് ഭഗവാന് നാരായണൻ എന്നുള്ള പേര് തന്നെ കിട്ടിയത്. ആ നാരായണമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂവ് എഴുന്നേറ്റ് വന്നു. ഏതാ ഈ താമരപ്പൂവ്? ഇന്ന് നമ്മൾ കാണുന്നതായിരിക്കുന്ന ആകാശത്തിനാണ് താമരപ്പൂവ് എന്നതാ പറയുന്നത്. ആ താമരപ്പൂവിലാണ് സാക്ഷാൽ ഭഗവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചത് അല്ലെ. അപ്പൊ ബ്രഹ്മാവ് എവിടെയായിരിക്കണത്? താമരപ്പൂവിലാണ് ബ്രഹ്മാവ് ഇതായിരിക്കുന്നത്. എന്താ ബ്രഹ്മാവ് താമരപ്പൂവിൽ ഇരിക്കാൻ കാരണം? വേറെ എവിടെയെങ്കിലും പോയി ഇരുന്നൂടെ ആ ബ്രഹ്മാവിന് അല്ലെ? അതല്ല, താമരപ്പൂവിലായിരിക്കണത്. എന്താ താമരപ്പൂവിന്റെ പ്രത്യേകത? താമരപ്പൂവില് വെള്ളം വീണ് കഴിഞ്ഞാൽ വെള്ളവും താമരപ്പൂവായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാണ് ബ്രഹ്മാവ് നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ. ബ്രഹ്മാവിലൂടെയാണ് നമ്മൾ ഈ ലോകത്ത് എത്തിച്ചേർന്നത്. ബ്രഹ്മാവിലൂടെയാണ് നമ്മൾ ഈ ലോകത്ത് എത്തിച്ചേർന്നത് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും കണ്ടോളൂ, വിശ്വസിക്കണ്ട. എപ്പോഴാ അതൊക്കെ ഇല്ലാതാവുക എന്നുള്ളത് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. അതാണ് താമരപ്പൂവാണ് ബ്രഹ്മാവിക്കുന്നത് പറയാനുള്ള കാരണം. കാരണം മഹാലക്ഷ്മിയോ എവിടെയായിരിക്കണത്? മഹാലക്ഷ്മി താമരപ്പൂവിലാണ്. നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ എപ്പോഴും വന്നത് വീട് നമസ്കരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പ്രവേശം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഞാനിതാ തരാം, എത്ര വേണമെന്നുണ്ടെങ്കിലും തരാം. പക്ഷെ ഞാൻ തന്നെ ഇരിക്കുന്നത് എവിടെയാ? താമരപ്പൂവിലാണ് ഇരിക്കുന്നത്. വിശ്വസിക്കേണ്ട. അതെത്ര ഇല്ലാതാവുക നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം മയാ സമ്പദ്യമാനസ്യ കാലക്ഷപണ ഹേതവാ, എന്നിൽ നിന്ന് ഉണ്ടാവുന്നതായിരിക്കുന്ന ഐശ്വര്യമൊക്കെ കാലം എങ്ങനെയാണോ ഇല്ലാതാവുന്നത് അതേപോലെ ഈ ഐശ്വര്യവും ഇല്ലാതാവുന്നതാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മഹാലക്ഷ്മി അടക്കം താമരപ്പൂവിലിതായിരിക്കുന്നത്. സാക്ഷാൽ ബ്രഹ്മാവിനെ ഭഗവാൻ താമരപ്പൂവിലിതാ സൃഷ്ടിച്ചു. പിന്നീട് ഭഗവാന്റെ അനവധി അവതാരങ്ങള്, 10 തരത്തിലുള്ള അവതാരങ്ങള്, മാത്രമല്ല അംശാവതാരങ്ങള്. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭഗവാന്റെ അവതാരം തന്നെയാണ്. എന്താ കാരണം? പരമാത്മാവായിരിക്കുന്ന ഭഗവാൻ എപ്പോഴാണോ ശരീരത്തിൽ ഇരിക്കുന്നത് അപ്പോഴാണ് അതിന് ജീവാത്മാവ് എന്നുള്ള പേര്. പരമാത്മാവ് ശരീരത്തിൽ ഇരുന്നാൽ ജീവാത്മാവായി. പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ് അല്ലെ. ഭഗവാൻ തന്നെയാണ് ഞാൻ എന്നുള്ള ഭാവം. നമ്മളങ്ങനെ ഭഗവാനെ കാണാൻ വേണ്ടി ശബരിമലയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 18 പടി കയറി അവിടെ നോക്കിക്കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താണ്? തത്വമസി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തിനെ തെരഞ്ഞിട്ടാണോ നീ ഇവിടേക്ക് വന്നത്? അത് നീ തന്നെയാണ്. പിന്നെ എന്തിനെ ഭഗവാനെ ഇങ്ങോട്ട് പോകുന്നത്? എന്തിനെ തെരഞ്ഞിട്ടാണോ നീ ഇവിടേക്ക് വന്നത്? അത് നീ തന്നെയാണ്. അല്ലെങ്കിൽ നീയും ഞാനുമായിട്ട് യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് സാക്ഷാൽ ഭഗവാൻ നമുക്ക് പറഞ്ഞതാ തരുന്നു. ഇങ്ങനെ ഭഗവാന്റെ പലതരത്തിലുള്ള
അവതാരങ്ങളെ വർണ്ണിച്ചതായിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥമാണ് ഈ ശ്രീമദ് ഭാഗവതം. വേദവ്യാസ മഹർഷിയാണ് ഭാഗവതം എഴുതിയത്. എന്തിന്? കലികാലത്തുള്ള ജനങ്ങൾക്ക് ഭഗവാനെ പറ്റിയിട്ട് നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ വേദങ്ങളിൽ വർണ്ണിക്കുന്നതായിരിക്കുന്ന ഈശ്വരനെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവാൻ പ്രയാസമാണ്. വേദത്തിൽ എങ്ങനെയാ ഈശ്വരനെ വർണ്ണിക്കുക ചോദിച്ചാൽ അതും അല്ല ഭഗവാൻ, അതും അല്ല ഭഗവാൻ, അതും അല്ല ഭഗവാൻ എന്ന് പറയും. ഇന്നതാണെന്ന് പ്രത്യേകമായിട്ട് കാണിച്ചു കൊടുക്കില്ല. എങ്ങനെയാ ചോദിച്ചാൽ, ഇപ്പോ വിവാഹം കഴിഞ്ഞതായിരിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ഒരു സുഹൃത്ത് ചോദിക്കുക, അല്ല നിന്നെ കല്യാണം കഴിച്ച ആള് ആരാ, ആ 4 ആൾക്കാർ ഇരിക്കുന്നതില് ആരാന്ന് ചോദിച്ചപ്പോ ഇപ്പൊ വിവാഹം കഴിഞ്ഞ ആ പെൺകുട്ടി എന്ത് ചെയ്യും? തല താഴ്ത്തി ലജ്ജയോടുകൂടി ഒന്നും ഇണ്ടാതിരിക്കും. ഇപ്പത്തെ പെൺകുട്ടികളുടെ സ്ഥിതിയല്ലേ. പണ്ടുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അങ്ങനെ തലയും താഴ്ത്തി അവിടെ നിൽക്കും. അപ്പോ വന്ന സുഹൃത്ത് ചോദിക്കും, ആ 4 ആൾക്കാർ ഇരിക്കുന്നതിൽ കറുത്ത ഷർട്ട് ഇട്ട ആളാണോ? അപ്പൊ എന്ത് പറയും? എല്ലാവരും. വെളുത്ത ഷർട്ട് ഇട്ട ആളാണോ? എല്ലാവരും. നീല ഷർട്ട് ഇട്ട ആളാണോ? എല്ലാവരും. ഇങ്ങനെ 4 ആൾക്കാരിൽ 3 ആൾക്കാരും അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ 4ാമത്തെ ആളെ പറ്റി ചോദിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പറയാതെ മാത്രമേ വേദത്തിലൂടെ ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്നാ പുരാണത്തിലാണെന്ന് വെച്ചാലോ, പുരാണമാകുമ്പോ അങ്ങനെയല്ല. പുരാണമാവുന്ന സമയത്ത് എങ്ങനെ ചോദിച്ചാൽ, ഈ പെൺകുട്ടിയുടെ തന്നെ ഷഷ്ടി പൂർത്തി, 60ാമത്തെ പിറന്നാള്. അപ്പൊ ഒരു സുഹൃത്ത് വന്ന് ചോദിച്ചു, ആ 4 ആൾക്കാർ ഇരിക്കുന്നതിൽ ഏതാ നിന്റെ ഭർത്താവ് ഏതാ ചോദിച്ചു അത്രേ. അപ്പൊ പിന്നെ എന്തെങ്കിലും ലജ്ജ ഉണ്ടാവോ? 60 വയസ്സാകുമ്പോ ഒരു ലജ്ജയില്ല. നമുക്കറിയില്ല ആരാന്നുള്ളത്. തലയ്ക്ക് കയ്യും കൊടുത്തതാ, പല്ലും പോയി ഇരിക്കണതാ, ഒരാൾ വേണിച്ചാൽ തൊട്ട് കാണിച്ചതാണ്. ഇതേപോലെയാണ് ഈ ഭാഗവതത്തില് പുരാണങ്ങളിലൂടെ സാക്ഷാൽ ഭഗവാനെ നമുക്കിതാ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഭഗവാന്റെ ആ അവതാര കഥകളെ വേദവ്യാസ മഹർഷി നിർമ്മിച്ചു. അനവധി പുരാണങ്ങൾ എഴുതി. എന്നിട്ടും ഒരു കൃതകൃത്യത വരാത്തതായിരിക്കുന്ന ആ വേദവ്യാസ മഹർഷി, നാരദ മഹർഷി അവിടേക്ക് എത്തിച്ചേർന്നു. എന്താ വേദവ്യാസ മഹർഷി, അങ്ങയുടെ മുഖം കാണുന്ന സമയത്ത് വരാത്തതായിരിക്കുന്ന ഒരു വിഷമം എന്താ കാരണം ചോദിച്ചു അത്രേ. ഇപ്പൊ പറഞ്ഞു, അങ്ങക്ക് അറിയില്ലേ എന്റെ പ്രയാസം എന്താന്നുള്ളത്? അങ്ങക്ക് നന്നായിട്ട് അറിയാം. എന്നാ അങ്ങൊരു കാര്യം ചെയ്യൂ, ശ്രീകൃഷ്ണ ഭഗവാനെ പ്രധാന നായകനാക്കി ഒരു പുരാണം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ. അങ്ങനെ സമാധിയിലങ്ങനെ ഇരിക്കുന്ന വേദവ്യാസ മഹർഷിയുടെ ഹൃദയത്തിലേക്ക് സാക്ഷാൽ ഭഗവാൻ മായയോട് കൂടിയിട്ട് വന്ന് പ്രവേശിച്ചു. ആ ഭഗവാനെ പറ്റി തന്നെ ഒരു പുരാണം ഞാൻ എഴുതുന്നങ്ങനെ വിചാരിച്ച് കണ്ണടച്ചിരിക്കുന്ന വേദവ്യാസ മഹർഷിയുടെ ഹൃദയത്തിലേക്കാണ് മഹാഭാരതത്തിന്റെ അവസാന ഘട്ടങ്ങൾ അങ്ങനെ കയറി വരുന്നത്. അശ്വത്ഥാമാവിന്റെ അസ്ത്രമേറ്റ് പ്രയാസപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നതായ പലരും അവിടെ ആ ഉത്തരാദേവിയുടെ ഉദരത്തിലുള്ളതായിരിക്കുന്ന ആ കുഞ്ഞ്, ഇവിടെ അശ്വത്ഥാമാവ് അസ്ത്രമേറ്റ് കിടക്കുന്നതായ ദുര്യോധനനെ വന്നതാ കാണുന്നു. ആ ദുര്യോധനൻ പ്രയാസപ്പെടുന്നത് കണ്ട് സഹിക്കവയ്യാത്തതായിരിക്കുന്ന അശ്വത്ഥാമാവ് ഉത്തരാദേവിയുടെ ഉദരത്തിലുള്ളതായിരിക്കുന്ന കുഞ്ഞുകൂടി ഇല്ലാതാവണേ എന്നുള്ള രീതിയിൽ ആ ബ്രഹ്മാസ്ത്രം അയച്ചു. ഉത്തരാദേവി അവിടെ ഇരുന്ന് സാക്ഷാൽ ഭഗവാനെ ഉറക്കത കരഞ്ഞ് പ്രാർത്ഥിച്ചു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം വശ്യേ എത്ര മൃത്യു പരസ്പരം. ഭഗവാനെ, ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല ഭഗവാനെ, ഇത് വേണം എന്റെ ഉദരത്തിലുള്ളതായിരിക്കുന്ന ആ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുതേ എന്നുള്ള ഉത്തരാദേവിയുടെ പ്രാർത്ഥന കേട്ട് സാക്ഷാൽ ഭഗവാൻ വന്നത് ആ ഉത്തരാദേവിയെ അനുഗ്രഹിക്കണം. ഇങ്ങനെ കയ്യില് വാളും പിടിച്ച് നിൽക്കുന്നതായ അശ്വത്ഥാമാവ് യുദ്ധക്കളത്തിൽ നിന്ന് ദൂരത്തേക്ക് യാത്രയായി. ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും കൂടി അശ്വത്ഥാമാവിനെ വരിഞ്ഞു കെട്ടി അശ്വത്ഥാമാവിന്റെ ശിരസിലുള്ളതായിരിക്കുന്ന രത്നം എടുത്ത് മാറ്റിയതാ കളഞ്ഞു. തന്റെ ജീവിതത്തിലേക്ക് വരുന്നതായ പലതരത്തിലുള്ള പ്രയാസങ്ങള് ദുഃഖങ്ങളൊക്കെ ഇല്ലാതായിട്ട് തീരുന്നത് കൃഷ്ണനെ ഓർക്കണ സമയത്താണ് എന്ന് മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛന്റെ സഹോദരിയായിരിക്കുന്ന കുന്തിദേവി ഭഗവാന്റെ പാദങ്ങളിലേക്ക് വന്ന് വീണത നമസ്കരിക്കണം. ഭാഗവത്തിലെ പ്രശസ്തമായിരിക്കുന്ന ഒരു മന്ത്രമാണ് കുന്തിസ്തുതി എന്നുള്ളത്. എല്ലാവരും പഠിക്കേണ്ടതായിരിക്കുന്ന ഭാഗമാണ് കുന്തിസ്തുതി. ആ കുന്തിസ്തുതി കുന്തിദേവി ഭഗവാനെ വീണത നമസ്കരിച്ചു. നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ തഥാ പരമഹംസാനം മുനീനാമമലാത്മനാം ഭക്തിയോഗവിധാനാർത്ഥം കഥം പശ്യേമഹി സ്ത്രിയാം കൃഷ്ണായ
വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. എല്ലാ ദിവസവും രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നില് പൂജാമുറിയുടെ മുന്നിൽ അങ്ങനെ വന്നു നിന്ന് നമ്മൾ നിർബന്ധമായിട്ടും ഭഗവാനെ നമസ്കരിക്കുന്ന സമയത്ത് സ്മരിക്കേണ്ടതായിരിക്കുന്ന ഒരു ശ്ലോകമാണ് കുന്തിദേവി നമ്മളോട് ഇതാ പറഞ്ഞിരുന്നത്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. ചെറിയ കുട്ടികളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതായിരിക്കുന്ന ഭാഗവത്തിൽ ഒരു സ്തുതി. ഈ സ്തുതി ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം, പക്ഷെ ഇത് ഭാഗവത്തിലുള്ളതാണ് എന്നാണ് പല ആൾക്കാർക്കും ഇത് അറിയാത്തത്. അപ്പൊ ഈ സ്തുതി ജപിക്കുന്നതോട് കൂടിയിട്ട് നമ്മള് ഭാഗവതത്തിലുള്ള ഒരു മന്ത്രം കൊണ്ടാണ് ഭഗവാനെ ഉപാസിക്കണം. എന്താ പറയുന്നത്? അങ്ങ് കൃഷ്ണനാണ് ഭഗവാനെ ഒരിക്കലും കണ്ടാൽ ഭഗവാനെ ഒന്നും കൂടിയും കാണണം തോന്നും. എന്നിട്ടാണ് ആളുകൾ ഇങ്ങനെ പിന്നെയും ഇതാ ഓടി വരും. ഗുരുവായൂരമ്പലത്തിലേക്കൊക്കെ 5 മണിക്കൂറോ 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒക്കെ ക്യൂ നിന്ന ആൾക്കാരിങ്ങനെ എത്രയോ ദൂരത്തുനിന്ന് വന്ന് ക്യൂ നിന്ന് ശ്രീകോവിലിന്റെ മുന്നിൽ അങ്ങനെ വന്ന് നിന്ന് അതുവരെയൊക്കെ ഭഗവാനെ പറ്റിയിട്ട് ഓരോന്നൊക്കെ വിചാരിച്ചു അത്രേ. അവിടെ അങ്ങോട്ട് എത്തുന്നതോട് കൂടിയിട്ട് ഒരു ദുഃഖവും ഇല്ലാതെ ഭഗവാനെ തന്നെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അധികം നേരം നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുമോ? ഇവിടുത്തെ ആൾക്കാർ അപ്പുറത്തിരുന്ന് ഇങ്ങനെ പറയും മാറൂ 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 എന്ന് പറയുന്നതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യും? വേഗം അവിടുന്ന് മാറും. ശരിക്കും അവര് മാറൂ മാറൂ പറയുന്നതിന്റെ അർത്ഥം എന്താ? അവിടുന്ന് മാറാനല്ല പറയണത്. നിങ്ങളുടെ ജീവിതത്തിലെ ഇതുവരെയുള്ള ഏതെങ്കിലും ചീത്ത കാര്യങ്ങളുണ്ടോ അതൊന്നൊക്കെ നിങ്ങൾ മാറും, അതൊന്നൊക്കെ നിങ്ങൾ മാറുന്നതാണ് അവര് നമ്മളോട് ഇതാ പറയുന്നത്. അപ്പോഴേ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ, അല്ലെ? അപ്പോഴേ ഭഗവാനെ നമുക്ക് കാണാനായിട്ട് ഇതാ സാധിക്കുള്ളൂ. അങ്ങനെ ആ ഭഗവാനെ ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടിയും കാണണം തോന്നും. ഒരിക്കലും ഭഗവത് കഥകൾ കേട്ടുകഴിഞ്ഞാൽ ഒന്നും കൂടി ആ ഭഗവത് കഥകളെ കേൾക്കണം എന്നതാ തോന്നും. ഒരിക്കലും ഭഗവാനെ ഏതെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ ഉണ്ടെങ്കിൽ ആ ആപത്തുകളൊക്കെ വരുന്ന സമയത്താണ് ചിലപ്പോ എനിക്ക് അങ്ങയെ ഓർക്കാനായിട്ട് ഇതാ സാധിക്കുന്നത്. കുന്തിദേവിയുടെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഓർത്തു കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ ഇതാ മനസ്സിലാവും, ഇത്രയൊന്നും ദുഃഖം ഭഗവാൻ എനിക്ക് ഇതാ തന്നില്ല. കുന്തിദേവിയുടെ ജീവിതത്തിലെ കഥ ആലോചിച്ച് നോക്കൂ. വിവാഹം കഴിയുന്നതിന് മുന്നേ തന്നെ ഒരാൺകുട്ടി ഉണ്ടായിട്ട് ആരോടെങ്കിലും പറയാനായിട്ട് ഇതാ പറ്റൂ? പണ്ട് ഉർവാസാവ് മഹർഷിയിൽ നിന്നും കിട്ടിയതായിരിക്കുന്ന വരം, ആ വരം ഫലിക്കുമോ ഇല്ലയോ എന്നറിയാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രമൊക്കെ അതാ എടുത്തെടുത്ത് കുന്തിദേവി കണ്ണാടിന്റെ മുന്നിൽ ഒന്ന് പോയി നോക്കിയിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ എന്നെ കാണാൻ, വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്നുള്ള രീതിയിൽ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയതോടുകൂടി സൂര്യരാജകുമാരൻ നേരെ മുന്നിൽ അങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് ഇത്രേ. കൈകൊണ്ട് വിളിച്ചോട്ടെ എന്നിട്ട് പോരുന്നോ ചോദിച്ചു ഇത്രേ. അല്ലാതെ പിന്നെ ഞാൻ വരാതെ പറഞ്ഞ് ആ സൂര്യഭഗവാൻ ഇതാ എത്തിച്ചേർന്നത് മാത്രമല്ല കുന്തിദേവിക്ക് ഒരു ഉണ്ണിയെ കർണനെ പ്രദാനം ചെയ്തിട്ടാണ് അവിടെ നിന്നാ യാത്രയായത്. മുന്നിലേക്ക് നോക്കിയ സമയത്ത് തന്റെ മുന്നിൽ തന്റെ കയ്യിലുള്ളതായിരിക്കുന്ന ആ ഉണ്ണിയുടെ കാതിലും കഴുത്തിലും ഒക്കെ ധാരാളം സ്വർണ്ണാഭരണമുണ്ട് അത്രേ. ആലോചിച്ച് നോക്കൂ, സ്വർണ്ണാഭരണമായിട്ടാണ് ഉണ്ണി ഇങ്ങോട്ട് വന്നത്. നമ്മളെയൊക്കെ കുട്ടികൾ അങ്ങനെ വന്നിരുന്നു വെച്ചാൽ എത്ര നന്നായിരുന്നു. സ്വർണ്ണാഭരണമായിട്ടാണ്. കാരണം സൂര്യരാജകുമാരന്റെ ആണ് നേരെ മുന്നിലേതാ കാത്തുതാ നിൽക്കുന്നത്. അങ്ങനെ ആ കുന്തിദേവി തന്റെ മുന്നിലുള്ളതായിരിക്കുന്ന ആ ഉണ്ണിയുടെ അച്ഛൻ ആരാണെന്നുള്ളത് എങ്ങനെ ആൾക്കാരോട് ഇതാ പറയാം? ആ ഉണ്ണി ഒരു സൂതപുത്രനായിട്ട് ഇതാ വളർന്നു വരുന്നതും മാത്രമല്ല തന്റെ കുട്ടികളായിരിക്കുന്ന പാണ്ഡവരും കർണനും തമ്മിലുള്ളതായിരിക്കുന്ന യുദ്ധത്തിനെ ദൂരത്തുനിന്ന് അങ്ങനെ നിന്ന് കാണുന്നതായിരിക്കുന്ന ആ കുന്തിദേവിയുടെ പ്രയാസം ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കുന്തിദേവിയുടെ പ്രയാസം ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് മനസ്സിലാക്കണം? ഇങ്ങനെ ഒന്നുള്ള ദുഃഖം ഭഗവാൻ നമുക്ക് ഇതാ തന്നിട്ടില്ല. നമ്മളെപ്പോഴും എന്താ ചെയ്യുക? എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മേലോട്ട് നോക്കൂത്രേ, അവിടെ അതൊക്കെ ഉണ്ട്, അവിടെ അതൊക്കെ ഉണ്ട്, എന്റെ അടുത്തില്ല അതാണ് നമ്മളിതാ വിചാരിക്കുക, അല്ലെ? ഇപ്പോഴും എന്ത് വേണം? താഴോട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കണം എന്ന് പറയും. കൈയില്ലാത്ത ആൾക്കാർ എത്ര ഉണ്ട്, കാലില്ലാത്തതായിരിക്കുന്ന ആളുകള്, മനപ്രയാസമുള്ളതായിരിക്കുന്ന എത്ര ആളുകൾ ഈ ലോകത്ത് ഇതാ ഉണ്ട്. അപ്പോഴൊക്കെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചതിനെ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഇതാ ആനന്ദം ജീവിതത്തിൽ അതാ ഉണ്ടാവുക. ആ കുന്തിദേവി ഭഗവാനോട് പ്രാർത്ഥിക്കണോ? ഗംഗേവൗഖമുതന്യുതി പ്രകാരമാണോ എല്ലാവിധ തടസ്സങ്ങളും ഇല്ലാതായി ഗംഗാദേവി ആ സാഗരത്തിലേക്ക് ഇതാ എത്തിച്ചേരുന്നത്. അതേപോലെ ഭഗവാനെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കുന്ന സകലവിധ കർമ്മവും അങ്ങയിലേക്ക് ഇതാ എത്തിച്ചേരണേ. ഭീഷ്മപിതാമഹര് വന്ന് ഭഗവാനെ നന്നായിട്ട് ഇതാ സ്തുതിച്ചു. ഭീഷ്മര് മരിച്ചതുപോലെ മരിക്കാനായിട്ട് സാധിക്കണം എന്ന് പറയും, അല്ലെ? അതാണ് ഭീഷ്മസ്തുതിയുടെ പ്രത്യേകത. ഭീഷ്മര് മരിക്കണ സമയത്ത് ഭീഷ്മർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ നേരെ മുന്നിൽ അങ്ങനെ ഇതാ നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കണ്ടുകൊണ്ടാണ് ഭീഷ്മർ ഈ ലോകത്തു നിന്ന് ഇതായ യാത്രയായത്. ഭഗവാൻ നേരെ
തന്റെ ആ കൊട്ടാരത്തിലേക്ക് ഇതാ എത്തിച്ചേർന്നു. പരീക്ഷത്ത് ഉണ്ടായി എന്ന് മനസ്സിലായി. ആ ഉണ്ണിയെ കാണാനായിട്ട് ഭഗവാൻ തന്നെ ഇതാ എത്തിച്ചേർന്നു. പരീക്ഷിത് മഹാരാജാവിന്റെ അതിഗംഭീരമായിരിക്കുന്ന രാജ്യഭാരം, മഹാഭാരത യുദ്ധം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തീർത്ഥയാത്രയ്ക്ക് പോയതായിരിക്കുന്ന വിതുരൻ തിരിച്ചതാ എത്തിച്ചേർന്നു. എന്നിട്ട് തന്റെ ആ ജ്യേഷ്ഠന് ധൃതരാഷ്ട്രർക്ക് ആത്മോപദേശമൊക്കെ ഇതാ കൊടുത്തു. ഏട്ടാ സുഖാണോ ചോദിച്ചു. അത്രേ ധൃതരാഷ്ട്രർ പറഞ്ഞു സുഖം തന്നെയാണ് പറഞ്ഞു. എന്താ സുഖാണ് എന്ന് പറയാൻ കാരണം, ഇപ്പൊ രാവിലെ ആയി കഴിഞ്ഞാൽ ഭീമസേനൻ വന്ന് ചോറൊക്കെ പാടെ ഒന്നിച്ചുരുട്ടി വായിലേക്ക് ഇങ്ങോട്ട് തരും. ഇപ്പൊ യാതൊരു പ്രയാസവും ഇല്ല പറഞ്ഞു. ഇപ്പൊ ചോദിച്ചു ആരായി ഭീമസേനൻ എന്നുള്ളത് അങ്ങക്ക് അറിയോ? അങ്ങയുടെ 100 കുട്ടികളെയും തന്റെ കയ്യിലുള്ള ഗത കൊണ്ട് അടിച്ച് കൊന്ന് കുട്ടികളുടെ ചോര പിരണ്ടതായിരിക്കുന്ന കൈ കൊണ്ട് ഉരുട്ടി തരുന്ന ഭക്ഷണം കഴിച്ചിരിക്കാൻ നാണില്ലല്ലോ ജ്യേഷ്ഠ ചോദിച്ചു അത്രേ. ഇങ്ങനെ ഭീമസേനൻ ഓരോരോ ഉരുളി കൊടുക്കുമ്പോ ഭീമസേനൻ ചിലപ്പോ പറയൂത്രേ, അതേ ധൃതരാഷ്ട്രയെ അങ്ങയുടെ മൂത്തപുത്രനായിരിക്കുന്ന ദുര്യോധന ഒരു പിണ്ടം വെക്കണം എന്ന് പണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു. അതുവരെ തരായില്ല. അത് ആ ദുര്യോധന്റെ അച്ഛനായിരിക്കുന്ന ധൃതരാഷ്ട്ര വായക്കിന്നെ ആയിക്കോട്ടെ പണ്ടാത്തെ ഓരോരോ ഉരുളി ഇങ്ങനെ കൊടുക്കുക. ആർക്കാ സന്തോഷമുള്ളത് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ വയസ്സായിട്ടും വൈരാഗ്യം വരാത്തതായിരിക്കുന്ന ആ ധൃതരാഷ്ട്രർക്ക് വിതുരന്റെ ഉപദേശം കേട്ടതോട് കൂടിയിട്ട് ആ വൈരാഗ്യം വന്നു. അവരും നേരെ ഹിമാലയ പർവ്വതത്തിന് മുകളിൽ പോയി ഭഗവാൻ ഉപാസിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഇതാ യാത്രയായി. പിന്നീട് പരീക്ഷിത് മഹാരാജാവിന്റെ ഭരണം. അപ്പോഴാണ് അദ്ദേഹം കാട്ടിലതാ എത്തിച്ചേരുന്നതും ഒരു മഹർഷിയെ, ശമീക മഹർഷിയെ ഇതാ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ഒരു പാമ്പിന്റെ ശവശരീരം എടുത്തതായിട്ടു. അപ്പോഴും മഹർഷി ഉണർന്നില്ലാത്രേ. ഇത് നല്ല സമാധിയാ തോന്നുന്നുണ്ട്, കള്ളസമാധിയാന്ന് ആദ്യം വിചാരിച്ചത്. എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അതാ ചെയ്തത്. അങ്ങനെ ആ മഹർഷിയുടെ പുത്രൻ ശൃംഗി വന്ന് ആരാണോ ഈ വേണ്ടാത്ത കാര്യം ചെയ്തത് അയാള് ഇന്നേക്ക് 7ാമത്തെ ദിവസം സർപ്പം കടിച്ച് തക്ഷകൻ കടിച്ച് മരിക്കട്ടെ എന്ന് കൂടി പറഞ്ഞുത്രേ. മഹാരാജാവിന് മനസ്സിലായി 7 ദിവസം മാത്രമേ എനിക്കിതാ ആയുസ്സുള്ളൂ. എത്ര കാലം ജീവിച്ചു എന്നുള്ളതിനല്ല പ്രാധാന്യം, ആ സമയത്തൊക്കെ പരമമായിരിക്കുന്ന ആനന്ദം അനുഭവിക്കണം. അങ്ങനെ മരണത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഗംഗാനദിയുടെ തീരത്ത് പ്രായോപവേശ വ്രതം സ്വീകരിച്ചിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിന്റെ അടുത്ത് പലരും പലതും വന്ന് പറയുന്ന സമയത്ത് പരീക്ഷിത് മഹാരാജാവ് പറയുന്നത് ധ്യായത വിഷ്ണുഗാഥ, ഭഗവാന്റെ കഥകളെ പറഞ്ഞു തരണേ. ഭഗവാന്റെ കഥകൾ കേൾക്കുന്ന സമയത്ത് മാത്രമാണ് ഇത് ആനന്ദമുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രം, വേദവ്യാസ മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ശ്രീ ശിവബ്രഹ്മർഷി ആ സദസ്സിലേക്ക് ഇതാ കയറി വരുന്നത്. ചോദിച്ചു മരണം അടുത്തതായിരിക്കുന്ന ഒരാള് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു അത്രേ. അപ്പൊ മരണം അടുത്തതായിരിക്കുന്ന ഒരാള് സാക്ഷാൽ ഭഗവാനെയാണ് അതാ ഉപാസിക്കേണ്ടത്. ആ ഭഗവാന്റെ ചരിത്രത്തിനെ പറയുന്നതായിരിക്കുന്ന ഗ്രന്ഥമാണ് ഈ ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതം എന്റെ അച്ഛനായിരിക്കുന്ന വേദവ്യാസ മഹർഷിയാണ് ഭാഗവതം എഴുതിയത്. ആ ഭാഗവതം നന്നായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഗൃഹാൽ പ്രവ്രജിതോ തീരാ, ഒരിക്കലും വീട്ടിലിരിക്കാനായിട്ട് പാടില്ല. വീട്ടിലിരുന്ന് കഴിഞ്ഞാലോ ഗൃഹം എന്ന് പറഞ്ഞാൽ തന്നെ ഗൃഹ്യതേ ഇതി ഗൃഹാന്ത്രി, പിടിച്ചിരുത്തുന്നതിനാണ് ഗൃഹം എന്ന് പറയും അല്ലേ. നമ്മളൊരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്കൊക്കെ എന്തിനാ കൂടുതൽ താല്പര്യം? വീട്ടിലിരിക്കണേ, വീട്ടിലേക്ക് എത്തണേ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയോട് കൂടിയിട്ട് വീട്ടിലിരിക്കണം. ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാലോ പിന്നെ എന്തായാലും വീട്ടിൽ നിന്ന് പോവില്ല. വേറെ കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വീട്ടിൽ നിന്ന് പോവില്ല. അപ്പോ ആ കാണുന്നതായിരിക്കുന്ന ലോകം മാത്രമാണ് സത്യം എന്ന് വിചാരിച്ചിരിക്കാതെ എന്ത് വേണം? ഗൃഹാൽ പ്രവ്രജിത, വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് സാക്ഷാൽ ഭഗവാൻ എന്താണെന്നുള്ളത് ആളുകൾക്ക് ഇതാ മനസ്സിലാവും. ആ ഭഗവാനെ അറിയുന്ന ശാസ്ത്രഗ്രന്ഥം ലോകം മുഴുവനും സാക്ഷാൽ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കി. എന്നാൽ ആ ഭഗവാനെ ഒന്നും കൂടി ചുരുക്കി വർണ്ണിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു സ്വരൂപം കൊടുത്ത് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ മനസ്സിലേക്ക് ഇതാ നന്നായിട്ട് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കണം. നല്ലതായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരുന്ന് കണ്ണ് നന്നായിട്ട് ഇതാ അടച്ച് ആ മനസ്സിനെ നന്നായിട്ട് നിയന്ത്രിച്ച് തന്റെ ആ ഹൃദയത്തില് സാക്ഷാൽ ഭഗവാന്റെ അതിമനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ ഇതാ ധ്യാനിക്കൂ. ചന്ദ്രകിരണങ്ങൾ പൊഴിക്കുന്ന തിരുനഖങ്ങളോട് കൂടി പാദങ്ങളിൽ സ്വർണത്തിന്റെ പാദസരം ധരിച്ച് പീതാംബരപ്പെട്ട് ഞൊറിഞ്ഞുടത്ത് അരയിൽ വലിയതായ സ്വർണ്ണാഭരണം ചാർത്തി മനമാല അണിഞ്ഞ് രത്നമാലകൾ അണിഞ്ഞ് സ്വർണ്ണമാലകൾ അണിഞ്ഞ് മുത്തുമാലകൾ അണിഞ്ഞ് തുളസിമാലകൾ അണിഞ്ഞ് കഴുത്തിൽ കൗസ്തുഭ രത്നം ചാർത്തി 4 തൃക്കൈകളിൽ ശംഖ് ചക്രം ഗദ താമരപ്പൂവ് എന്നിവ ധരിച്ചുകൊണ്ട് തോൾവളകൾ അണിഞ്ഞ് സ്വർണ്ണവളകൾ അണിഞ്ഞ് സ്വർണ്ണമോതിരം ചാർത്തി അതിമനോഹരമായി പുഞ്ചിരിച്ച് ഉയർന്ന നാസികയോടുകൂടി പാലിട്ട് തൃക്കണ്ണെഴുതി ഗോപിക്കുറി ചാർത്തി കാതിൽ മകരകുണ്ടലങ്ങൾ അണിഞ്ഞ് സ്വർണത്തിന്റെ കിരീടം ചാർത്തി മൽപ്പീലി അണിഞ്ഞ ഭഗവാന്റെ പാദാദികേശം കേശാദിപാദത്തിനെ നന്നായിട്ട് അങ്ങനെ ധ്യാനിക്കുമ്പോഴാണ്
പരമമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിക്കും. നല്ലതായിരിക്കുന്ന വാക്ക് നാവിലൂടെ വരാൻ വേണ്ടി ശുഖ സാരസ്വത് എന്ന് പേരായിരിക്കുന്ന ഒരു മന്ത്രം കൂടി ഇതാ ഉപദേശിച്ചു കൊടുത്തു. ബ്രഹ്മാവ് കണ്ണടച്ചിരിക്കുന്നത് കണ്ടപ്പോ നാരദ മഹർഷി ചോദിച്ചു, അച്ഛൻ ആരെയാ ഇങ്ങനെ ധ്യാനിക്കണത് ചോദിച്ചു. എന്നെ നിയന്ത്രിക്കുന്ന ഒരു ദേവനുണ്ട, ഈശ്വരൻ, സാക്ഷാൽ ഭഗവാൻ. ആ ഭഗവാനെയാണ് ഞാനിതാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഭഗവാൻ എങ്ങനെയാണ് ബ്രഹ്മാവിലൂടെ ഈ ലോകത്തിനെ സൃഷ്ടിച്ചത് എന്നുള്ളത് നാരദ മഹർഷിക്ക് ഇതാ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നാരദ മഹർഷിക്ക് ഈ പറഞ്ഞു കൊടുത്തതായിരിക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം ബ്രഹ്മാവിന് കിട്ടിയതിനെ പറ്റിയിട്ടാണ് ബ്രഹ്മാവ് ഇതാ വർണ്ണിച്ചത്. സാക്ഷാൽ ഭഗവാൻ ആദിനാരായണ മൂർത്തി താമരപ്പൂവില് ആ ബ്രഹ്മാവിനെ ഇതാ സൃഷ്ടിച്ചു. ബ്രഹ്മാവ് 4 ഭാഗത്തേക്ക് ഇതാ നോക്കി. അങ്ങനെ ബ്രഹ്മാവിന് സാക്ഷാൽ ഭഗവാൻ 4 ശ്ലോകത്തിലാണ് ഈ ശ്രീമദ് ഭാഗവതത്തിനെ ഉപദേശിച്ചതാ കൊടുത്തത്. അതിനാണ് ചതുശ്ലോകി ഭാഗവതം എന്ന് പറയാം. ആദ്യം ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്, അവസാനവും ഞാൻ മാത്രമേ ഉള്ളൂ ലോകത്ത്. അപ്പൊ ആദ്യവും ഭഗവാനേ ഉള്ളൂ, അവസാനവും ഭഗവാനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ നടുക്കും ആരേ ഉള്ളൂ? ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഭഗവാൻ അല്ലാതെ എന്തെങ്കിലും കാണുന്നുണ്ട് വെച്ചാൽ അതിനാണ് ഭഗവാന്റെ ആ മായ എന്നിതാ പറയും. ആ മായയെ തരണം ചെയ്യാനായിട്ട് ഇതാ സാധിക്കണം. 10 ലക്ഷണമാണ് ശ്രീമദ് ഭാഗവതത്തിന് എന്ന് പറയും. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്നന്തരം, ഈശാനുകഥ, നിരോധം, മുക്തി, ആശ്രയം. ഇങ്ങനെ 10 ലക്ഷണമാണ് ഭാഗവതത്തിന്. അതിൽ തൃതീയ സ്കന്ധത്തില് സർഗലക്ഷണങ്ങളെയാണ് വർണ്ണിക്കുന്നത്. അപ്പൊ തൃതീയ സ്കന്ധം മുതലാണ് ലക്ഷണത്തോടു കൂടിയതായിരിക്കുന്ന ഭാഗവതം ആരംഭിക്കുന്നത്. അതില് 2 സംവാദങ്ങള്, ഒന്ന് വിതുര ഉദ്ധവ സംവാദവും മറ്റൊന്ന് വിതുര മൈത്രേയ സംവാദവുമാണ് വർണ്ണിക്കുന്നത്. അതിൽ വിതുരോദ്ധവ സംവാദമാണ് ആദ്യം തന്നെ. ആദ്യത്തെ 4 ശ്ലോകത്തില് വിതുരോദ്ധവ സംവാദം. വിതുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് ധർമ്മരാജാവാണ് വിതുരനായിട്ട് ഇതാ വന്ന് അവതരിച്ചത്. മാണ്ഡൂക്യത്തിന് മാണ്ഡവ്യത്തിന് പേരായിട്ടുള്ള ഒരു മഹർഷി. ആ മഹർഷി മരിച്ച് നരകലോകത്ത് എത്തിച്ചേർന്നപ്പോ അവിടെ ഈ ധർമ്മരാജാവിന്റെ ആളുകള് അദ്ദേഹത്തിനെ ശൂലത്തിന്റെ മുകളിൽ കയറ്റിയതായി. കുറച്ച് കഴിഞ്ഞ സമയത്ത് ധർമ്മരാജാവ് വന്നു. അപ്പൊ മാണ്ഡവ്യനെ ശൂലത്തിൽ നിന്ന് മാറ്റി. ചോദിച്ചു മാണ്ഡവ്യൻ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അങ്ങയുടെ ആൾക്കാര് എന്നെ എങ്ങനെ ശിക്ഷിച്ചത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അങ്ങ് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈച്ചേനെ കണ്ട അപ്പ അടിച്ചു കൊടുത്തത്രേ. എന്നിട്ട് ആ ഈച്ചേനൊക്കെ പാടൊരു പാത്രത്തിലേക്ക് ഇട്ടു. എന്നിട്ട് ഈർക്കിലിന്റെ മോള് ഒരു മാല പോലെ കുത്തി കൊടുക്കൂത്രേ. അതാണ് അങ്ങ് ചെയ്ത പാപം എന്ന് പറഞ്ഞു. പക്ഷെ മാണ്ഡവ്യം വിട്ടുകൊടുത്തില്ല. മാണ്ഡവ്യം ചോദിച്ചു, ഏത് വയസ്സിലാ ഞാൻ അത് ചെയ്തത് എന്ന് അറിഞ്ഞാൽ കുഴപ്പമില്ല പറഞ്ഞത്രേ. അപ്പൊ പറഞ്ഞു, 5ാമത്തെ വയസ്സിന് ചോടെയാണ് ഈ പരിപാടി അങ്ങ് നടത്തിയത് പറഞ്ഞു. മാണ്ഡവ്യ മഹർഷി ചോദിച്ചു, ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ബുദ്ധി ഉടയ്ക്കുന്നതിന്റെ മുന്നേ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെച്ചാൽ അതിന്റെ കാരണക്കാരാരാ? അച്ഛനമ്മമാരാണ്. അവരെയാണ് ഇതാ ശിക്ഷിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങക്ക് ധർമ്മം വേണ്ട രീതിയിൽ അറിയില്ല. ഒരു കാര്യം ചെയ്യൂ, വേഗം ഭൂമിയിൽ പോയിട്ട് ജനിക്കൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ മാണ്ഡവ്യന്റെ ശാപം കൊണ്ടാണ് യമധർമ്മരാജാവാണ് ഇവിടെ വിതുരനായിട്ട് ഇതാ വന്ന് അവതരിക്കുന്നത്. അങ്ങനെ വിതുരനും ഉദ്ധവനും 2 പേരും ഭഗവത് ഭക്തന്മാരാണ്. 2 ഭഗവത് ഭക്തന്മാർ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭഗവത് കാര്യങ്ങളെ പറയാനായിട്ട് ഇതാ ഉണ്ടാവുള്ളൂ. നമ്മളെ പോലെ 2 ആൾക്കാർ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്താ പറയാന്ന് നമുക്ക് പറയാൻ പറ്റും. ഭക്തന്മാര് തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ ഈശ്വര കാര്യങ്ങളെ അവർക്ക് ഇതാ പറയാനുണ്ടാവുള്ളൂ. അങ്ങനെ ഭഗവാന്റെ കഥകളെ ഉദ്ധവൻ അവിടെ ഇരുന്നത് ആദ്യം മുതൽ അവസാനം വരെ വർണ്ണിച്ചു കൊടുത്തു. കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ടതിനം മുതൽ കത്താളീതകണയാൽ കൽത്താർ പൂകിയ നാൾ വരെ കണ്ണൻ കപട ഗോപാലൻ. സാക്ഷാൽ ഭഗവാൻ ചെയ്തതായിരിക്കുന്ന ലീലകളെ മുഴുവനും വർണ്ണിച്ച് കേൾക്കുമ്പോ ഉദ്ധവൻ വിതുരനോട് പറഞ്ഞു, ഇനി അധികം നേരം ഞാൻ അങ്ങയുടെ അടുത്തതാ നിൽക്കില്ല. അങ്ങക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ മൈത്രേയ മഹർഷിയെ ഭഗവാൻ ഇതാ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഹരിദ്വാറിൽ എത്തിച്ചേർന്ന് മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിൽ ഇതാ എത്തിച്ചേർന്നു. പറഞ്ഞു, സുഖം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും കർമ്മം ചെയ്യുന്നത്. എന്നാലോ അവർക്ക് സുഖം ഒരിക്കലും കിട്ടണില്ല എന്ന് മാത്രമല്ല, ദുഃഖമാണ് ഇതാ ഉണ്ടാവുന്നത്. എന്താ അതിന്റെ കാരണം ചോദിച്ചു. അപ്പൊ സുഖം വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സുഖം ഉള്ള സ്ഥലത്ത് പോയി ചോദിക്കുമ്പോഴേ സുഖതാ കിട്ടുള്ളൂ. സുഖം എവിടെയായിരിക്കുന്നത്? സുഖം അസ്യ ആത്മനഹാരൂപം. അവനവന്റെ ഉള്ളിലാണ് സുഖം ഇതായിരിക്കുന്നത്. ആ സുഖത്തിനെ അറിയണം എന്നുണ്ടെങ്കിൽ ഭഗവാനെയാണ് ഇതാ ഉപാസിക്കേണ്ടത്. ആ പരമമായിരിക്കുന്ന ആനന്ദ സ്വരൂപിയായിരിക്കുന്ന ഭഗവാനെ അതിലൂടെ അനുഭവിക്കുന്ന സമയത്താണ് ഗേഹരതിം ചിരത്തി നമ്മളെല്ലാവിധ ദുഃഖങ്ങളും ഇതാ ഇല്ലാതായിട്ട് തീരുന്നത് എന്ന് പറഞ്ഞ് സൃഷ്ടിയെ വർണ്ണിക്കാനായിട്ട് ഇതാ പുറപ്പെട്ടു. അല്ലെ, ബ്രഹ്മാവിലൂടെ ഭഗവാൻ ഈ ലോകത്തിനെ സൃഷ്ടിച്ചത്. അങ്ങനെ സനകാദി മഹർഷീശ്വരന്മാരെ
ബ്രഹ്മാവ് തന്റെ ആ ഹൃദയത്തിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നീട് ബ്രഹ്മാവിന്റെ ക്രോധത്തിൽ നിന്നാണ് സാക്ഷാൽ മഹാദേവൻ രുദ്രനായിട്ട് ഈ ഭൂമിയിൽ എത്തിച്ചേർന്നത്. മുന്നിൽ അങ്ങനെ ഇരിക്കുന്നതായ വെള്ളത്തിനെ ബ്രഹ്മാവ് ഒന്നിച്ചത് ആചമിച്ചതോടുകൂടി ബ്രഹ്മാവ് ഒന്ന് തുമ്മിയത്ര. അതോടുകൂടിയിട്ടാണ് ബ്രഹ്മാവിന്റെ നാസികാദ്വാരത്തിൽ നിന്ന് സാക്ഷാൽ ഭഗവാൻ തന്നെ വരാഹ സ്വരൂപം സ്വീകരിച്ച് ഈ ഭൂമിയിലേക്ക് എത്തിച്ചേർന്നത്. എന്നിട്ടോ കാരണജലത്തിലേക്ക് പോയി ഇന്ന് നമ്മൾ താമസിക്കുന്നതായ ഈ ഭൂമിയെ തന്റെ തേറ്റയുടെ മുകളിൽ ഉയർത്തിക്കൊണ്ടുവന്നതായ വരാഹ സ്വരൂപിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ കഥ ചുരുക്കി വർണ്ണിച്ചപ്പോ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന മഹർഷി പറഞ്ഞു, ഇത്ര ചുരുക്കി വർണ്ണിക്കാൻ പാടില്ല, അതൊന്ന് വിസ്തരിച്ച് കേൾക്കണം. അപ്പോഴാണ് ഹിരണ്യാക്ഷവധം എന്നുള്ള രീതിയിൽ ആ വരാഹാവതാരത്തിന് വർണ്ണിക്കുന്നത്. സാക്ഷാൽ ഭഗവാൻ ഗോലോകനാഥനായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ വൈകുണ്ഠവാസിയായിരിക്കുന്ന ഭഗവാനെ കാണാൻ വേണ്ടി സനകാദി മഹർഷീശ്വരന്മാരങ്ങനെ ലോകം മുഴുവനും സഞ്ചരിച്ച് അവസാനം വൈകുണ്ഠ ലോകത്ത് എത്തിച്ചേർന്നു. ആ വൈകുണ്ഠ ലോകത്തില് കാവൽക്കാരായിട്ട് രണ്ടുപേര് കാത്തു നിൽക്കുന്നുണ്ട്, ജയവിജയന്മാര്. അവർക്ക് ഈ കുട്ടികളെ കണ്ട സമയത്ത് തോന്നിയത്രേ, ഇങ്ങനെയാണോ ഭഗവാനെ കാണാനായിട്ട് വരിക? ഒന്നുമില്ലെങ്കിൽ ഒരു പട്ടുകോണങ്ങും തന്നെങ്കിലും ഉടുത്തിട്ട് വേണ്ടേ വരിക? കയ്യിലുള്ള വടി കൊണ്ട് അവരെ തടഞ്ഞു. അത് അവർക്ക് ഇഷ്ടായില്ല അത്രേ. അപ്പൊ അവർക്ക് ആഗ്രഹം സാധിക്കാതെ വന്നപ്പോ അവരുടെ കണ്ണൊന്ന് ചുവന്നു. അതോടുകൂടി സാക്ഷാൽ ഭഗവാനെ മനസ്സിലായി, എന്നെ കാണാൻ വേണ്ടി എന്റെ ഭക്തന്മാരിതാ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ നേരെ സനകാദി മഹർഷീശ്വരന്മാരുടെ മുന്നിൽ എത്തിച്ചേർന്നു. സനകാദി മഹർഷീശ്വരന്മാര് ഭഗവാനോട് പ്രാർത്ഥിച്ചു, രൂപമില്ലാത്ത ഭഗവാനെയാണ് ഞങ്ങൾ ഇതുവരെ ധ്യാനിച്ചിരുന്നത്. ഭഗവാനെ അങ്ങയെ കണ്ട സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി അങ്ങയുടെ ഈ രൂപം തന്നെയാണ് ധ്യാനിക്കേണ്ടത് എന്ന് മനസ്സിലായി ഭഗവാനെ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഈ എനിക്ക് എങ്ങനെയാണോ നിങ്ങളോട് സ്നേഹം അതേപോലെ തന്നെയാണ് എന്റെ ഈ കാവൽക്കാരായിരിക്കുന്ന ഇവര്. പക്ഷെ ഇവരെ അധിക കാലമൊന്നും എനിക്ക് വിട്ട് പിരിഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, വേഗം എന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ ദേഷ്യ മനോഭാവത്തോടു കൂടി എന്നെ ഉപാസിച്ചാൽ മതി. അങ്ങനെ സംരംഭ യോഗം അവർക്ക് വേണ്ടി മാത്രമാണ് കൊടുത്തത്. ദിതിദേവിയുടെ ആശ്രമത്തിൽ കയറി വന്നതായിരിക്കുന്ന കശ്യപ പ്രജാപതി സന്ധ്യാസമയാണോ എന്ന് നോക്കാതെ ദിതിദേവി കശ്യപ പ്രജാപതിയുടെ വസ്ത്രത്തിലേക്ക് കയറി പിടിച്ചുത്രേ. അങ്ങനെയാണ് ആ സന്ധ്യാസമയത്ത് രണ്ടുപേര് ദിതിദേവിയുടെ ഉദരത്തിൽ പറക്കുന്നത്. ഇത് അസുരന്മാരാണ്. ഇവര് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അപകടമാവും എന്ന് വിചാരിച്ച ദിതിദേവി 100 കൊല്ലക്കാലം തന്റെ ഉദരത്തില് ആ കുഞ്ഞുങ്ങളെ അങ്ങനെ വളർത്തിയത്രേ. 100 കൊല്ലം കഴിഞ്ഞപ്പോ ഹിരണ്യാക്ഷനായിട്ടും ഹിരണ്യശിപുവായിട്ടും അവര് ഭൂമിയിൽ എത്തിച്ചേർന്നു. ലോകത്തിനെ മുഴുവനും നടുക്കിക്കൊണ്ട് എല്ലാവരോടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഹിരണ്യാക്ഷൻ അവസാനം വരുണന്റെ അടുത്ത് എത്തിച്ചേർന്നു. വരുണൻ പറഞ്ഞു, എനിക്ക് വയസ്സായി, ഞാനിപ്പോ അടി കൂടാൻ നിന്നും പുറപ്പെടാൻ പതിവില്ല, എന്നാ അടി കൂടാൻ പറ്റുന്ന ഒരാളെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അതിന് കൈകൊണ്ട് തലോടാനും കൈകൊണ്ട് നന്നായിട്ട് കൊടുക്കാനും അറിയുന്ന ഒരാളുണ്ട് ഇവിടെ. അയാളുടെ പേരാണ് സാക്ഷാൽ ഭഗവാൻ. ആ ഭഗവാനോടോ ഭഗവാന് ദേഷ്യം വരണമെന്ന് വെച്ചാൽ ഇത് വേണം, ഭഗവാന്റെ കയ്യിലുള്ളതായിരിക്കുന്ന അങ്ങയുടേതാണോ ഈ ഭൂമിയൊക്കെ? അങ്ങയുടെ ഭൂമിയെ ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നുണ്ട്? തന്റെ ഭാര്യ എന്ന് പറഞ്ഞ് അടുത്തതാ കൊണ്ട് നടക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, ആ ഭൂമിയെ വാങ്ങിച്ചോളൂ പറഞ്ഞു അത്രേ. അങ്ങനെ ഹിരണ്യാക്ഷൻ നേരെ മുന്നിലങ്ങനെ എത്തിയതോട് കൂടിയിട്ട് വരാഹമൂർത്തിയായിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ ആ ഹിരണ്യാക്ഷനെ വധിച്ചതായിരിക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ്, ഹിരണ്യാക്ഷ വധത്തോട് കൂടിയിട്ടാണ് ആ പ്രകരണം, വരാഹാവതാര പ്രകരണം ഭാഗവതത്തില് പറഞ്ഞതാ സമർപ്പിക്കുന്നത്. ഹിരണ്യാക്ഷനെയാണ് ഇല്ലാതെയാക്കണത്. ഏത് ഹിരണ്യാക്ഷനെ? നമ്മളിലുള്ളതായിരിക്കുന്ന ഹിരണ്യാക്ഷനെയാണ് ഇല്ലാതാക്കേണ്ടത്. അല്ലെ, ഹിരണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സുഖസൗകര്യങ്ങളെ അനുഭവിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ പരമമായിരിക്കുന്ന ആനന്ദത്തിനെ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? തന്നിലുള്ളതായിരിക്കുന്ന ഹിരണ്യാക്ഷ ഭാവത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കൂ. അപ്പോഴാണ് ഗോവിന്ദേ ലഭതേ രതിം, സർവേശ്വരനായിരിക്കുന്ന ആ ഭഗവാനിലേക്ക് നമുക്ക് ഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രകരണം പറഞ്ഞതാ സമർപ്പിച്ചു. പിന്നീടാണ് രണ്ടാമത്തെ ദിവസം കപിലാവതാരം, കപിലോപദേശം, ദക്ഷയാഗം തുടങ്ങിയതായിരിക്കുന്ന ചരിത്രങ്ങള്. നാളെ നമുക്ക് പ്രത്യേകമായിട്ട് വർണ്ണിക്കാനുള്ളത് കപിലോപദേശമാണ് എന്ന് കൂടി എല്ലാവരും ഇത് അറിയിക്കുന്നു. ഇന്ന് ഭാഗവത പ്രാരംഭമാണ്. ആദ്യത്തെ ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് അനുസ്മരിക്കുവാനായിട്ട് സാധിച്ചത്. ഇത് ഗ്രന്ഥ പരിചയമാണ് എന്ന് പറയും. ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഗ്രന്ഥ പരിചയമാണ്. എങ്ങനെയാണ് ഗ്രന്ഥത്തിനെ നമ്മൾ സമീപിക്കേണ്ടത്, എന്തൊക്കെയാണ് ഈ ഗ്രന്ഥത്തിൽ ഇനി പറയാനായിട്ട് പുറപ്പെടുന്നത്, അതൊക്കെ പറഞ്ഞ് ഓരോരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് അഹം ബ്രഹ്മാസ്മി എന്നുള്ളതായിരിക്കുന്ന ഭാവത്തിലേക്ക്
സാക്ഷാൽ ഭഗവാൻ നമ്മളത് കൂട്ടിക്കൊണ്ടു പോവും. സംശയമില്ലാത്തതായിരിക്കുന്ന കാര്യമാണ്. നമുക്കും പരമമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇതാ സാധിക്കണേ. നമ്മൾ ഇതുവരെ വായിച്ചതും പറഞ്ഞതും ഒക്കെ ആയ കാര്യങ്ങള് സാക്ഷാൽ ഭഗവാൻ വേണ്ട രീതിയിൽ ഇതാ സ്വീകരിക്കണേ എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ച് ഇന്നത്തെ ഈ ഭാഗം നമുക്ക് ഇതാ സമർപ്പിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കൃഷ്ണ കൃഷ്ണ